ഇങ്ങനെ വിശ്വസിച്ച് എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും. അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്യുന്ന എഴുത്ത് അത് തെറ്റാതെ, അത് ആർക്കാണോ എഴുതിയത് അയാളുടെ കയ്യിൽ എത്തുന്ന പോലെ കൃത്യമായി പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ദൈവം എൻ്റെ കയ്യിൽ തരാതിരിക്കത്തില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവനിയോഗത്തിൽ കണ്ടുമുട്ടുന്നത് പോലും എന്തിനൊക്കെയോ ഉപരി നന്മയ്ക്കാക്കി ദൈവം മാറ്റുമെന്ന്. ദൈവത്തിൽ നിൽക്കുന്ന ഒരാളുടെയും ജീവിതം, പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാളുടെയും ജീവിതം ഉണങ്ങിപ്പോകത്തില്ല. ദൈവത്തിൻ്റെ വലിയ കരുണ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സമയമാണ്. എന്തിനാണ് ഈ സമയത്ത് നമ്മളിങ്ങനെ ചൂടും ആവിയും പരവേശമൊക്കെയുള്ള ഈ സ്ഥലത്ത്, ഈ സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്? ദൈവത്തോടുള്ളൊരു ബന്ധവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. എനിക്കുള്ള അനുഗ്രഹത്തെ ദൈവം കൈനീട്ടി എൻ്റെ കൈകളിൽ തരുന്ന സമയമാണിത്. എനിക്കുള്ള അനുഗ്രഹത്തെ ദൈവം എടുത്ത് എൻ്റെ കയ്യിൽ തരുന്ന സമയമാണ്. ഇപ്പോൾ പാട്ടുകാരൻ പാടിക്കൊണ്ടിരുന്നത്, അധ്വാന ഭാരത്താൽ വലയുന്നോരെ, ആശ്വാസമില്ലാതെ അലയുന്നോരെ. അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. ഒരുപാട് സങ്കടമുള്ളവരുണ്ട്, വിഷമിക്കുന്നവരും വേദനിക്കുന്നവരും, ഒത്തിരി ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരുണ്ട്. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത്, അധ്വാന ഭാരത്താൽ വലയുന്നവരെ, ആശ്വാസമില്ലാതെ ഇതാ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് വരുന്നു. ദൈവം നൽകുന്ന സമാധാനം, ദൈവം നൽകുന്ന അനുഗ്രഹമുള്ള സമാധാനം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം വെളിപ്പെട്ട് വരട്ടെ. ചേർന്ന് പാടാം. എല്ലാം ചേർന്ന് പാടാമോ? അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി എന്നെ വിളിക്കുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. പറഞ്ഞേ, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മനുഷ്യരും അടുത്തറിയുമ്പോഴാണ് അറിയുന്നത് ഒത്തിരി ഭാരമായിട്ടാണ് നിൽക്കുന്നത്. ഒത്തിരി ഭാരം. ഇന്നലെ ഒരു സഹോദരി പറയുവാണ്, അച്ഛാ എൻ്റെ ഈ മുഖത്തേക്ക് നോക്ക്, എൻ്റെ ഈ താഴ്ഭാഗം മുഴുവൻ നീരാണ്. എൻ്റെ ചുണ്ടിൻ്റെ അടിയിൽ വലിയൊരു മുറിവുണ്ട്. എൻ്റെ ജീവിത പങ്കാളി അടിച്ച് പൊട്ടിച്ചതാണിത്. ഇത് മുഴുവൻ എൻ്റെ ജീവിത പങ്കാളി എന്നെ അടിച്ചത് കൊണ്ടുണ്ടായ നീരാണിത്. എനിക്ക് ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ അകത്ത് ഇടിച്ചതിൻ്റെ അകം പൊട്ടിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ വന്നത്? ഒരാശ്വാസത്തിന് വന്നു കയറിയ സ്ഥലമാണ്. പല മനുഷ്യരും പല സങ്കടങ്ങളുമായി ഒരാശ്വാസത്തിന് ഓടി വരുന്ന ഒരിടമാണിത്. സ്വാതന്ത്ര്യത്തോടെ ഇവിടെയുള്ള ദൈവ സാന്നിധ്യം നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്.
ഇവിടെയുള്ള ദൈവ സാന്നിധ്യം നിങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ട്. എല്ലാ കണ്ണുകളെയും അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൃപയെ കൃപയെ ദൈവീക കൃപയെ, ആ ഒരു കൃപ നിങ്ങളിലേക്ക് പൗലോസ്ലീഹായുടെ ദൈവത്തിൻ്റെ വാക്കില്ലേ, നിനക്കെൻ്റെ കൃപ മതി. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ 31-ാം തീയതി ഈ മാസം മുഴുവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളോട് ചേർന്ന്, കുടുംബങ്ങളോട് ചേർന്ന്, ഇവിടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് ചേർന്ന്, സാഹചര്യങ്ങളോട് ചേർന്ന്, പല സാഹചര്യത്തിൽ അവരുടെ ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്ഥലത്തു നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തുമ്പോൾ നമ്മുടെ രണ്ട് കൈകളിലും 10 വിരലുകളുണ്ട്. ഓരോ കൈയിലും 5 വിരലുകളുണ്ട്. ആ 10 വിരലുകൾ അത്രയും പ്രാവശ്യം ഒന്ന് ഓർത്ത് ഈ നിയോഗ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചത് എൻ്റെ നന്മയ്ക്ക് കാരണമാകും, എൻ്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതമാകാൻ കാരണമാകും. നമ്മുടെ ഉയർത്തിയ കരങ്ങളുടെ ആ 5-10 വിരലുകൾ അത്രയും പ്രാവശ്യം ഒന്ന് ഓർത്ത് എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു നന്മയ്ക്കാണ് ഇതെല്ലാം ദൈവം ഒരുക്കിയത്. ഒരു നന്മയ്ക്കാണ് ദൈവം ഒരുക്കിയത്. ഒരു നന്മയ്ക്കായി ദൈവം ക്രമീകരിച്ച ദിവസങ്ങളായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്ന ദിവസങ്ങളാകട്ടെ. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്ന ദിവസങ്ങളാകട്ടെ. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്ന ദിവസങ്ങളാകട്ടെ. ആ വിരലുകളുടെ അത്രയും പ്രാവശ്യം മനസ്സിൽ ഓർത്തു പറഞ്ഞ് ഞാനൊരു അത്ഭുതത്തെ കാണും, ഞാനൊരു അത്ഭുതത്തെ കാണും. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു ഇടപെടൽ നടത്തും. ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് പാഴായി പോകത്തില്ല, വെറുതെ ആയി പോകത്തില്ല. അത് ദൈവം തരുന്ന ഒരു അനുഗ്രഹത്തിന് കാരണമാകും. ദൈവം തരുന്ന അനുഗ്രഹത്തിന് കാരണമാകും. ദൈവം തരുന്ന അനുഗ്രഹത്തിന് കാരണമാകും. ഒന്ന് വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കൃപയേ പറഞ്ഞ് സ്തുതിച്ചേ. കൃപയേ എല്ലാവരും സ്തുതിച്ചു കൊണ്ടിരുന്നേ. ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപ നിങ്ങളെ നിറയട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവകൃപ വചനത്തിലൂടെ വ്യാപരിക്കാൻ ഇടയാകട്ടെ. ശബ്ദം ഉയർത്തി പറയുന്നു, കൃപയേ 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 ദൈവിക കൃപയേ നിൻ കൃപ മാത്രം. ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞൊന്ന് ചേർന്ന് പാടിക്കേ. കൃപയേ കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം. എല്ലാ അധരങ്ങളും തുറന്നു പ്രാർത്ഥിച്ചു. കൃപയേ കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം. എന്റെ കുടുംബത്തെ ആവശ്യങ്ങളെല്ലാം കണ്ടുറക്കെ പറഞ്ഞു. കൃപയേ കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം. ശബ്ദം ഉയർത്തി ഉറക്കെ പറഞ്ഞു. കൃപയേ കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം. രണ്ടു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടിയേ. കൃപയേ കൃപയേ വിശ്വസിച്ച് പറഞ്ഞു. ദൈവിക കൃപയേ നിൻ കൃപ മാത്രം എനിക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞു. കൃപയേ കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം. വിശ്വസിച്ച് എല്ലാവരും പാടുന്നില്ല, എല്ലാവരും പാടുന്നില്ല. അധര തുറന്ന് പറഞ്ഞു. കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം. അല്പം കൂടി ശബ്ദം ഉയർത്തി വിശ്വാസത്തോടെ പറഞ്ഞു. കൃപയേ കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം എനിക്കു മതി. നിങ്ങളുടെ വീടിനെ മനസ്സിൽ കണ്ടേ വീട്ടിലുള്ള പ്രിയപ്പെട്ടവരെ എഴുതി വെച്ച പ്രാർത്ഥനയെല്ലാം കണ്ടിട്ട് ഇത് പാടാമോ? കൃപയേ കൃപയേ ദൈവീക കൃപയേ നിൻ കൃപ മാത്രം എനിക്ക് മതി. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ വേണം. എൻ്റെ മകളുടെ ജീവിതത്തിൽ വേണം. എൻ്റെ ജീവിത പങ്കാളിയിൽ വേണം. എൻ്റെ ശുശ്രൂഷകളിൽ വേണം. ഈ ആലയത്തിൽ വേണം. എനിക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. എല്ലാ കണ്ണുകളും അടച്ചിതെന്ന് പറയണം. ഇതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഈ വചന ശുശ്രൂഷകളിലൂടെ നിങ്ങൾ ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ
കൃപയാണ്. അതുകൊണ്ട് എല്ലാവരും അത് പ്രാർത്ഥനയോടെ പാട്ടുകാരനോട് ചേർന്ന് പറഞ്ഞ് കൃപയേ കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം എനിക്കു വിശ്വാസത്തോടെ കൃപയേ കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം എനിക്കൊരു നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഈ ശുശ്രൂഷ ഇവിടെ ഉണ്ടെങ്കിൽ അത് ദൈവകൃപയാണ്. അനേകം ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപയാണ്, അത് ദൈവത്തിന്റെ കൃപയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, കൃപയേ കൃപയേ ദൈവിക കൃപയേ നിൻ കൃപ മാത്രം എനിക്കു മതി. നിൻ കൃപ മാത്രം എനിക്കു മതി. നിൻ കൃപ മാത്രം എനിക്കു മതി. ആമേൻ. ഇരിക്കാമോ? ഇരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളും പ്രാർത്ഥിക്കുന്നവരുമൊക്കെ ഇതിനകത്തുണ്ട്. സമൂഹത്തിൽ ഉയർന്ന ആളുകളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടും വളരെ പ്രതീക്ഷയോടും കൂടെ കാണുകയാണ്. 31 ദിവസം നല്ല പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. പാടിയ പാട്ട് പോലെ ദൈവകൃപയുള്ള ഒരു മാസമായിരുന്നു. ഒത്തിരി പേരുടെ നല്ല പ്രാർത്ഥനകൾ നമുക്ക് കിട്ടി. നല്ലൊരു സന്തോഷമുള്ളൊരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾക്ക് നല്ല എണ്ണി പറയാൻ ചില നല്ല അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ. എങ്ങനെ പറയാൻ? എണ്ണി ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട്, ബന്ധുമിത്രാദികളോട് നമ്മൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ ഓരോന്നൊക്കെ എണ്ണി പറയും. പോലെ ശരിയായി, ഇന്നതുപോലെ അനുഗ്രഹം കിട്ടി. അങ്ങനെ എണ്ണി പറയാൻ ദൈവം ഒരു അനുഗ്രഹം തരട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ അല്ലെങ്കിലും പണ്ടൊക്കെ നമ്മൾക്ക് പോസ്റ്റ് ഓഫീസ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ എഴുത്തുകളൊക്കെ എഴുതുന്നത് രീതികളും ഒക്കെ കുറവാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു അഡ്രസ്സ് എഴുതി പിൻകോഡൊക്കെ എഴുത്തെഴുതി ഒട്ടിച്ച് നമ്മളൊരു പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടാൽ അതാരുടെ പേരിലാണോ നമ്മൾ എഴുതി അയച്ചത് അത് അയാളുടെ കയ്യിൽ കൃത്യമായിട്ടെത്തും. അഡ്രസ്സും പിൻകോഡും എഴുതിയിട്ടാൽ ലെറ്റർ അയാളുടെ കൈകളിൽ ആ പോസ്റ്റ്മാൻ കൊണ്ട് എത്തിച്ചു കൊടുക്കും. കൃത്യമായിട്ട് അയാളുടെ കൈകളിലെത്തും. കാരണം എന്നാ? അതിൽ അഡ്രസ്സും പേരും അഡ്രസ്സും പിൻകോഡും എല്ലാം കൃത്യമായി എഴുതിയോണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കൃത്യതയോടെ പ്രാർത്ഥിച്ചതാണ്. അഡ്രസ്സ് എഴുതി പിൻകോഡ് എഴുതി ഒരു എഴുത്ത് പോസ്റ്റ് ചെയ്തതുപോലെ ദൈവസന്നിധിയിൽ വെച്ച കാര്യങ്ങളാണ്. കൃത്യമായി അതിൻ്റെ മറുപടി നമ്മുടെ കരങ്ങളിൽ തന്നെ എത്തുക. ആ മറുപടി കിട്ടിയതാണ് എണ്ണി പറയാൻ ഇടവരുന്നത്. വിശ്വസിക്കുന്നു ഇത്? കാരണം അതൊത്തിരി പേരുടെ അനുഭവമാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ അനുഭവങ്ങളാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം എന്തൊക്കെയോ നന്മയ്ക്കാണ്. എല്ലാം നമുക്കറിയത്തില്ല ഇതെങ്ങനെയായി വരുമെന്ന്, പക്ഷേ കണക്ക് കൂട്ടുമ്പം അത് നന്മയ്ക്കായിരുന്നു എന്ന് മനസ്സിലാകും. എന്ത് മനസ്സിലാകും? ചിലപ്പോൾ ഇവിടെ വന്നിരുന്നത്, ആ വചനം കേട്ടത്, വരണ്ടെന്ന് തോന്നിയതാ എന്നാലും വന്നത്, ആ നിയോഗം എഴുതി പ്രാർത്ഥിച്ചത്, ആ വചനം കേട്ടത് എല്ലാം ഒരു നന്മയ്ക്കായിരുന്നു എന്ന് മനസ്സിലാകും. എന്തോ നന്മയ്ക്കായി ദൈവം ഒരുക്കുന്നതാണ് ഓരോ സമയങ്ങളും. എന്തോ നന്മയ്ക്കാണ്. നിങ്ങൾ ഒരുപക്ഷെ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കഥ പറയുകയാണ്. വെറുമൊരു കഥയാണ്.
ഒരു രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ്റെയും കഥയാണ്. പല രൂപത്തിലും ഭാവത്തിലും ഈ കഥ കേട്ടിട്ടുണ്ട്. ആശയം സെയിമാണ്, സംഭവമല്ല, വെറും കഥയാണ്. ആ രാജാവ് ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട ഭൃത്യനെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ രാജ്യം ഭരിച്ച് ഞാൻ ഒത്തിരി ടെൻഷനാണ്, പ്രഷറാണ്, നമുക്കൊരു ഒന്ന് പോകണം, പുറത്തു പോകണം, കാട്ടിൽ പോകണം എന്നാണ് കഥയിൽ പറയുന്നത്. നമുക്ക് വേട്ടയാടി മൃഗങ്ങളെ പിടിക്കാൻ കാട്ടിൽ പോകാൻ ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് രാജാവ് കാട്ടിലേക്ക് പോയി. അപ്പം ആ യാത്ര കുറേ ദൂരം മുന്നോട്ട് പോയപ്പം രാജാവിന് ഒരപകടം പറ്റി. കൈവിരൽ മുറിഞ്ഞുപോയി, കൈവിരലിനൊരു ഭാഗം മുറിഞ്ഞുപോയി. അപ്പം ഈ കൂടെയുള്ള ഭൃത്യൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, എല്ലാം നന്മയ്ക്കാണ് രാജാവേ. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രാജാവിനോട് ഈ ഭൃത്യൻ പറയും. ആ പറച്ചിൽ രാജാവിനെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, എല്ലാം നന്മയ്ക്കാണ്, രാജാവ് വിഷമിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, എല്ലാം നന്മയ്ക്കാണ്. രാജാവിൻ്റെ കൈവിരൽ മുറിഞ്ഞപ്പോഴും കൂടെയുള്ള ഭൃത്യൻ അന്നേരെ പറഞ്ഞു നന്മയ്ക്കാണ്. ആ പ്രാവശ്യം മാത്രം പറഞ്ഞത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കൈ മുറിഞ്ഞ് വിരൽ മുറിഞ്ഞ് ചോര ഒഴുകുവാണ്, ഭയങ്കര വേദനയാണ്, അപ്പോൾ നീ പറയുക നന്മയ്ക്കാണെന്നോ ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഒരു കാട്ടുവള്ളി ഉപയോഗിച്ച് ഈ ഭൃത്യനെ ഒരു മരത്തെ കെട്ടിയിട്ടു. ദേഷ്യത്തിന്, നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ കാട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ പിന്നീടുള്ള യാത്രയിൽ രാജാവ് ഒറ്റയ്ക്കാണ് കാട്ടിൽ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാട്ടുമനുഷ്യർ ഈ രാജാവിനെ പിടികൂടി. കാട്ടുമനുഷ്യരുടെ പുരോഹിതൻ ഒരു ബലിയർപ്പിക്കാൻ ഒരു കുറവുമില്ലാത്തൊരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് വരാൻ കുറച്ച് പേരെ വിട്ടിട്ടുണ്ടായിരുന്നു. കാട്ടുമനുഷ്യർ, വെറും കഥയാണ്. അങ്ങനെ ഈ മനുഷ്യർ നോക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് കാട്ടിലൂടെ വരുന്നു. പിടിച്ചു, ബന്ധിച്ചു, പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുപോയി ആസകലം പരിശോധിച്ചപ്പോൾ കൈവിരലുകൾക്ക് പരിക്കുണ്ട്. അപ്പോൾ കാട്ടിലെ ആളുകളുടെ പുരോഹിതൻ പറഞ്ഞു, ഇദ്ദേഹം പൂർണ്ണനായൊരു മനുഷ്യനല്ല, കുറവുണ്ട്, അതുകൊണ്ട് ദൈവത്തിന് ഇയാളെ ബലിയർപ്പിക്കാൻ പറ്റില്ല, ഇയാളെ അഴിച്ചുവിടാൻ പറഞ്ഞു. ഇയാളെ ബലിയർപ്പിക്കാൻ പറ്റത്തില്ല, കൈവിരൽ മുറിഞ്ഞത്. അപ്പം രാജാവ് വിചാരിച്ച് ഈ കാട്ടുമനുഷ്യർ എന്നെ കൊല്ലൂന്നാണ് വിചാരിച്ച്. പക്ഷേ ഈ കൈവിരൽ മുറിഞ്ഞ കാരണം കൊണ്ട്, അവരൊറ്റ കുറവുള്ളത് കൊണ്ട് കാട്ടിലെ പുരോഹിതൻ പറഞ്ഞു ബലിയർപ്പിക്കാൻ പറ്റത്തില്ല, തിരിച്ചുവിട്, കൊണ്ടുവിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ രാജാവ് അന്നേരെ ഓർത്തു, തൻ്റെ കൂടെയുള്ള ഭൃത്യൻ എൻ്റെ കൈവിരൽ മുറിഞ്ഞ് വേദന കൊണ്ട് ഞാൻ പുളയുമ്പോൾ പറഞ്ഞ വാക്ക്, രാജാവേ എന്തോ നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്. രാജാവ് ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ തിരിച്ചു വന്ന് ഭൃത്യൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്, നീ എന്നോട് ക്ഷമിക്കണം, എന്നെ കാട്ടുമനുഷ്യർ പിടിച്ചു, എന്നെ അവർ ബലിയർപ്പിക്കാനിരിക്കുമായിരുന്നു അവരുടെ ദേവന്, പക്ഷെ എൻ്റെ ഈ വിരൽ മുറിഞ്ഞതായത് കൊണ്ട് എന്നെ അവർ രക്ഷപ്പെട്ട്, ഈ മുറിഞ്ഞത് നന്നായല്ലേ, അവനെ കൊന്നുകളഞ്ഞേനെന്ന് പറഞ്ഞു. അപ്പോൾ ഭൃത്യൻ പറഞ്ഞു, രാജാവേ താങ്കളുടെ കൈവിരൽ മുറിഞ്ഞതും എന്നെ ഈ മരത്തെ കെട്ടിയിട്ടതും എല്ലാം നന്മയ്ക്കായിരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, എൻ്റെ കൈവിരൽ മുറിഞ്ഞതൊക്കെ, നിന്നെ ഇവിടെ കെട്ടിയിട്ടത് നിനക്ക് ദേഷ്യമൊന്നും ഇല്ലേ? അപ്പോൾ ഭൃത്യൻ പറയുവാണ്, രാജാവേ നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ മുന്നോട്ട് പോയേനെ. നിങ്ങളുടെ കൈവിരൽ മുറിഞ്ഞുകൊണ്ട് നിങ്ങളെ കാട്ടിലെ മനുഷ്യൻ വെറുതെ വിടും, എനിക്ക് വേറെ പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം കൂടെ എന്നെ പിടിച്ച് കൊന്നേനെ. നിങ്ങൾ കെട്ടിയിട്ടത് നന്നായി, എൻ്റെ കൈവിരൽ മുറിഞ്ഞതും നന്നായി, എല്ലാം എന്തൊക്കെയോ നന്മയ്ക്കായിരുന്നു. ഒരു കഥയാണ്, പക്ഷെ ജീവിതവും നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു പൊട്ടക്കഥയായിട്ട് തോന്നുമെങ്കിലും ഇവിടെ വന്നതും പ്രാർത്ഥിച്ചതും ഈ വചനങ്ങൾ കേൾക്കുന്നതും എന്തോ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. ഇന്ന് നോക്കുമ്പോൾ വിഷമമാണ്, എന്നാ കണ്ടോണ്ടാ നന്മയ്ക്കാന്ന് പറയാനുള്ളത്? എന്തോ ഒരു നന്മയ്ക്കാണ്, എന്തോ ഒരു നല്ല കാര്യം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വരത്തില്ലായിരുന്നു, ഈ സാഹചര്യത്തിൽ ഇരിക്കത്തില്ലായിരുന്നു. ഇവിടെ പ്രത്യേകത ഒന്നുമില്ല,
പ്രാർത്ഥിക്കുന്നൊരു പ്രത്യേകത, ആരാധിക്കുന്നൊരു പ്രത്യേകതയുള്ളൂ. എല്ലാം നന്മയ്ക്കാണോ? എല്ലാം നന്മയ്ക്കാണ്. അങ്ങനെ ഒരു പാട്ടുമുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു. ചിലപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത തീരുമാനം, അങ്ങനെ പറഞ്ഞത്, എനിക്ക് അങ്ങനെ മാറി നിൽക്കുന്നത്, ചില പിണക്കങ്ങൾ, ചില അകൽച്ചകൾ, ചില മാറി നിൽക്കുന്നത്, ഇപ്പം നമുക്കതൊന്നും മനസ്സിലാകുന്നില്ല, എന്തിനാണെന്നറിയത്തില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിക്കുവാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല, എന്തിനെന്ന് ഞാൻ ചോദിക്കുന്നുമില്ല, പക്ഷെ എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു. ഓരോ കണ്ടുമുട്ടലുകളും ഒരു നന്മയ്ക്കാണ്. ചിലപ്പോൾ നമ്മൾ തമ്മിൽ ആദ്യം കാണുമായിരിക്കും, ചിലപ്പോൾ ഈ കണ്ടുമുട്ടൽ നിങ്ങൾക്കൊരു നന്മയായിരിക്കും. ചിലപ്പോൾ എന്നെ വ്യക്തിപരമായി കണ്ടത്, ആ പുള്ളിയെ കണ്ടത് നന്നായി, പുള്ളി പറഞ്ഞത് നന്നായി, ചില നന്മയ്ക്കായി അത് കാരണമാവും. നന്മയ്ക്കായി അത് കാരണമാവും. ദുബായിലുള്ള ഓർത്തഡോക്സ് പള്ളിയിലെ 1-2 പേരിവിടെ കാണാൻ വന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഓർത്തഡോക്സ് പള്ളിയിൽ, ദുബായ് ഓർത്തഡോക്സ് പള്ളിയിൽ ധ്യാനത്തിന് പോയിട്ടുണ്ട്. 3 ദിവസത്തെ ധ്യാനത്തിന്. അവിടെ അവരെയൊക്കെ ഞാൻ മറന്നു, ഇപ്പം കുറച്ച് വർഷങ്ങളായി. പക്ഷെ ഇന്ന് അവരെ ഒരാളെ കണ്ടു, 2-3 പേരെ കണ്ടു. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഇപ്പോൾ മുടിയൊക്കെ അല്പം നരച്ചിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വന്നില്ല, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഓർക്കുന്നുണ്ടോ നമ്മൾ ഓർത്തഡോക്സ് പള്ളി, ദുബായ് ഓർത്തഡോക്സ് പള്ളിയുടെ മുറ്റത്ത് വെച്ച് നമ്മൾ കണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. അച്ഛൻ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിലോട്ട് വെച്ച് ഒന്ന് ബ്ലസ് ചെയ്ത് തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ദുബായിൽ നിന്ന് UK പോകണം. എൻ്റെ ഭാര്യ നേഴ്സാണ്, ഒന്ന് പോകണം. അതിൻ്റെ ഒരു വഴി തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ആ ബ്ലെസ്സിങ്ങിന് ഞങ്ങൾ ആ പള്ളിയുടെ മുറ്റത്ത് പ്രാർത്ഥിച്ചത്. എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും ഇവിടെ ഇരുന്നുകൊണ്ട്. കൃത്യം 5 or 7 ദിവസത്തിന് ശേഷം, ഒരാഴ്ചക്കുള്ളിൽ, 1.5 ആഴ്ചക്കുള്ളിൽ അച്ഛാ ആ കാര്യത്തിന്, ആ ബ്ലെസ്സിങ്ങിന് ഒരു അനുഗ്രഹം കിട്ടി. ഞങ്ങളിപ്പം ഫാമിലിയായിട്ട് UK നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. എനിക്കൊരാഗ്രഹമുണ്ട് ഈ ആലയത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇവിടുന്ന് അങ്ങ് പോകുന്നത് ഞാൻ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു പള്ളിയുടെ മുറ്റത്ത് വെച്ച് നമ്മൾ തമ്മിൽ കണ്ടത് എന്തോ ഒരു നന്മയ്ക്കായിരുന്നു. എന്തൊക്കെയോ നന്മയ്ക്കാണ്. ഇവിടെയുള്ള പല ആളുകളും, നമ്മളൊക്കെ പല ദേശക്കാരാണ്, പക്ഷെ ചില കണ്ടുമുട്ടലുകളുടെ പിറകിൽ ദൈവ പദ്ധതിയുണ്ട്. ചില പരിചയപ്പെടലുകളുടെ പുറകിൽ ദൈവ പദ്ധതിയുണ്ട്. ദൈവ പദ്ധതിയുണ്ട്. ഒരാൾ പറഞ്ഞു, ഞാൻ അച്ചോ ഈ യോഗ പ്രാർത്ഥനയൊന്നും കൂടത്തില്ല, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എല്ലാ ദിവസവും എനിക്ക് അയച്ചു തരും, ഞാൻ ഇത് ഓപ്പൺ ആക്കത്തില്ല, ഇത് കാണത്തില്ല, എനിക്കിഷ്ടമില്ല ഇത് കാണുന്നു. പക്ഷെ ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴാണ്, ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് ഇത് കാണാനിടയായത്. അന്ന് കേട്ട വചനമാണ് എന്നെ സൗഖ്യമാക്കിയത്. ചില കാണലുകളും ചില കണ്ടുമുട്ടലുകളും എന്തൊക്കെയോ നന്മയ്ക്കാണ്. എന്തൊക്കെയോ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുമോ? എന്തൊക്കെയോ. ഞാനിവിടെ ഓർക്കുന്നു, ഇവിടെ പാടുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ കീബോർഡ് വായിക്കുന്ന ആളുണ്ട്. യാദൃശ്ചികമായി തിരുവനന്തപുരത്തപ്പുറത്ത് പാറശാല എന്ന് പറയുന്ന ഒരു മലങ്കര പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് കണ്ടുമുട്ടുന്നത്. തിരുവനന്തപുരം അപ്പുറത്തുള്ള പാറശാല, അവിടെയുള്ളൊരു മലങ്കര പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് പാട്ടുകാരനെ കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടൽ ഒരു അനുഗ്രഹമായി. പ്രാർത്ഥനയിലുള്ള ചില കണ്ടുമുട്ടലുകൾ അനുഗ്രഹമാണ്. എന്നോട് ഇവിടെ ഒരാൾ പറഞ്ഞു, ഞാൻ ഒരാളെയൊക്കെ കണ്ടുമുട്ടി, അയാൾ മരിക്കാനിരിക്കുമായിരുന്നു, അയാളൊരു പ്രതിസന്ധിയിൽ മരിക്കാനിരിക്കുമായിരുന്നു. അയാൾക്ക് ഞാൻ ഇവിടുത്തെ വചനവും പ്രാർത്ഥനയെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം പിന്നീട് ആ ബന്ധം തുടർന്നു. അപ്പോഴറിയുന്നത് പുള്ളി അമേരിക്കൻ വിസയുള്ള അമേരിക്കക്കാരനാണ്. അയാൾ മലയാളിയാണ്, പക്ഷെ അമേരിക്കയിലാണ്. കുറേ നാളുകൾക്ക് ഇദ്ദേഹം അമേരിക്കയിലാണെന്നൊന്നും ഓർത്തിട്ടൊന്നുമല്ല മിണ്ടിയതും പറഞ്ഞതൊന്നും. അയാളൊരു പ്രതിസന്ധിയിലായിരുന്നപ്പോൾ സഹായിക്കാൻ വേണ്ടി സാധാരണ പോലെ മിണ്ടിയതാണ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ചോദിക്കുവാണ്,
നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഞാൻ അമേരിക്ക എന്ന രാജ്യത്ത് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. ആ കണ്ടുമുട്ടൽ ഒരു അനുഗ്രഹമായി, യാദൃച്ഛികമായി കണ്ടുമുട്ടിയതാണ്, ഒന്നും പ്രതീക്ഷിച്ചല്ല. ചില കണ്ടുമുട്ടലുകൾ നന്മയ്ക്കാണെന്ന് വിശ്വസിച്ച് ഒരുപക്ഷെ വയനാടിൻ്റെ ഈ ഉൾപ്രദേശം എത്തിപ്പെടാൻ പാടുള്ള സ്ഥലം കേരളത്തിൻ്റെ ലാസ്റ്റ്, കേരളം ഇവിടം കൊണ്ട് തീർന്നു. വടുവഞ്ചാൽ ലാസ്റ്റ് ടൗണാണ്, ഇതിനപ്പുറം തമിഴ്നാടാണ്, കുറച്ചുകൂടെ അങ്ങ് പോയാൽ കർണാടകയാണ്. ഇത് ലാസ്റ്റ് ടൗണാണ്, ഇവിടെ ഒന്ന് എത്തിപ്പെടാനുള്ള പാടോ. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നോ, ദൈവം എന്നെ കൂട്ടിക്കൊണ്ട് വന്നോണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതെന്തോ ഒരു നന്മയ്ക്കാണെന്ന് വിശ്വസിച്ച്, എന്തോ ഒരു നന്മയ്ക്കാണ്. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല, ഇരിക്കാൻ പറ്റിയില്ല, ഫുഡ് കിട്ടിയില്ല, അത് കിടക്കാൻ സ്ഥലം കിട്ടിയില്ല. പക്ഷെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും വിശ്വസിച്ച് എന്തിനെന്ന് ഞാൻ ചോദിക്കില്ല, എന്തോ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു. ആ 2 ലൈനൊന്ന് പാടുവാണ്, എന്തിനെന്ന് ചോദിക്കില്ല. ഞാൻ ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് ഇവിടെയുള്ള ശുശ്രൂഷകളെല്ലാം, ഈ ശുശ്രൂഷകരൊക്കെ ഉണ്ട്, എല്ലാത്തിനും പറ്റിയ ആൾക്കാരുണ്ട് ഈ സ്ഥലത്ത്, എല്ലാത്തിനും പറ്റിയ ആളുണ്ട്. ക്യാമറ ചെയ്യാൻ ഒരാളുണ്ട്, യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ആളാണ്. ആ നന്മയ്ക്കാണ്. ഈ ശബ്ദമെല്ലാം ഒന്ന് സംവിധാനം, ഹൗളിംഗ് ഇല്ലാതെ മൈക്കും ബോക്സും എല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചില സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, 2 വാക്ക് പറയുമ്പോൾ ഹൗൾ ചെയ്യുന്നു, പ്രശ്നങ്ങൾ വരുന്നു, പ്രസംഗം നിർത്തുന്നു. ഹൗൾ ചെയ്യാതെ ഇങ്ങനെ സൗണ്ട് എൻജിനീയർ വേണം. യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ഒരാളാണ് ഇന്ന് സൗണ്ട് എൻജിനീയറായിട്ട് ഇവിടെ ഉള്ളത്, ക്യാമറ ചെയ്യാനുള്ള ആളുള്ളത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവനിയോഗത്തിൽ കണ്ടുമുട്ടുന്നത് പോലും എന്തിനൊക്കെയോ ഉപരി നന്മയ്ക്കാക്കി ദൈവം മാറ്റുമെന്ന്. കണ്ടുമുട്ടലുകൾ പോലും അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇതൊന്ന് പറയട്ടെ, വേഗത്തിൽ പറഞ്ഞു നിർത്താം. വിശുദ്ധ ഗ്രന്ഥം ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യേശു ഒരു സ്ഥലത്ത് നിന്ന് ഒരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ എതിർവശത്തൂടെ ഒരു ശവോടക്ക് വരുവാണ്, ഒരു ബെറിയൽ, ഒരു വിലാപയാത്ര. ഒരു വിധവയുടെ കൊച്ചിനെ അടക്കാൻ കൊണ്ടുപോവുക സിമിത്തേരിയിലേക്ക്. വഴിയിൽ വച്ച് ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ അവർ യേശുവിനെ കണ്ടുമുട്ടിയതാണ് അവിടെ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായത്. ആ കണ്ടുമുട്ടൽ ഒരു അനുഗ്രഹമായി. യേശുവിനെ കണ്ടുമുട്ടിയതാണ് ആ കുഞ്ഞ് ഉയർത്തെഴുന്നേൽക്കാൻ കാരണം. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നല്ല കണ്ടുമുട്ടലുകളായിരിക്കട്ടെ. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോൾ നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടുമുട്ടലുകൾ പോലും ഒരു ദൈവിക നിയോഗമുള്ളതാകട്ടെ. ഇതുപോലും ദൈവം ഉപരി നന്മയ്ക്കാക്കി മാറ്റട്ടെ. ഉപരി എന്തിനെന്ന് ഞാൻ ചോദിക്കില്ല, എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ നന്മയ്ക്കാണെന്ന് ചേർന്ന് പാടാവുകയാണ്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ ഇവിടെ വന്നതും പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും എന്തിനെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എനിക്ക് നല്ല ഒരു ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ട്, എന്തിനെന്ന് ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു. ഒന്ന് ചേർന്ന് പാടിയേ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക്, എൻ്റെ മക്കളുടെ നന്മയ്ക്ക്, എൻ്റെ ഭാവിയുടെ ഒരു അനുഗ്രഹത്തിന്, എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു. എന്തിനെന്ന് ചോദിച്ച് ഞാൻ ചോദ്യം ചെയ്യുകയല്ല. ഹല്ലേലൂയ. ഒരു കാര്യമുണ്ട്, 2 ചിഹ്നങ്ങളുണ്ട്. ചോദ്യചിഹ്നമുണ്ട്, ആശ്ചര്യചിഹ്നമുണ്ട്. ചോദ്യചിഹ്നം ഇങ്ങനെയാണ്, ആശ്ചര്യചിഹ്നം അത്ഭുതം. നിങ്ങളുടെ പല ചോദ്യചിഹ്നങ്ങളും ആശ്ചര്യചിഹ്നങ്ങളായത് മാറണം. മറ്റുള്ളവർ പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ അവർ ആശ്ചര്യപ്പെടണം. നമുക്ക് പറയാൻ പറ്റണം, ഇതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയൊരു ദൈവാനുഗ്രഹമാണ്, ഇത് ദൈവകൃപയാണ് എന്ന് പറയാൻ ഇടവരണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് എന്തിനെന്ന് ചോദിക്കില്ല, എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു. ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു. ഒരു പ്രാവശ്യം കൂടി ചേർന്ന് പാടി. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാധാന്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു വചനം.
ആ വചനം പറയുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയട്ടെ. നമ്മൾ പല നാട്ടിൽ നിന്ന് വന്നവർ ഇതിനകത്ത് കാണും. ചില മരങ്ങൾ അതിൻ്റെ ഇലകൾ മുഴുവൻ താഴെ പോകുന്ന സമയം വരും. ചില സീസണിൽ ചില രാജ്യങ്ങളിലൊക്കെ പോയാൽ അങ്ങനെയുണ്ട്. UK പോയാൽ, കാനഡയിൽ പോയാൽ തണുപ്പ് കാലം, മഞ്ഞുകാലം വരുമ്പം മരമെല്ലാം ഇങ്ങനെ ഒറ്റ ഇലയുണ്ടാവത്തില്ല. നമ്മുടെ നാട്ടിലും റബ്ബർ മരമൊക്കെ, ഒരു ഉദാഹരണം പറയുക, റബ്ബർ മരമൊക്കെ ഒറ്റ ഇലയുണ്ടാവില്ല. അതിന് എല്ലാ ഇലയും താഴെ കിടക്കുക. ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇലകൾ പൊഴിഞ്ഞു പോയതിനെ പ്രതി മരം കരയുന്നത്, വിലപിക്കുന്നത്, നിരാശപ്പെടുന്നത്? മരം പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞേരെ, ഞാൻ ഒരു വിറകം പോലെ ആയി, എൻ്റെ ഇലയെല്ലാം താഴെ കിടക്കുക, എന്നെ ഞാൻ കളഞ്ഞേരെ. മരം പറയില്ല. ഞാൻ കണ്ടിട്ടില്ല, കഥയിൽ പോലും കേട്ടിട്ടില്ല മരം കരയുന്നത്, മരം വിലപിക്കുന്നത്. എന്നറിയാമോ? ആ മരത്തിനറിയാം കുറച്ച് കഴിയുമ്പം സാഹചര്യങ്ങൾ മാറുമെന്ന്. കുറച്ച് ഇപ്പം ഇച്ചിരി നല്ല കാലമല്ല, എല്ലാ ഇലയും താഴെ കിടക്കുക. ഇപ്പോൾ നിൽക്കുന്നത് ഉണക്ക മരം പോലെയാണ്. ഇടിച്ച് നോക്കിയാലേ, കുത്തി നോക്കിയാലേ അറിയത്തുള്ളൂ ഇതിന് ജീവനുണ്ടോ, ഇത് ഉണങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കാഴ്ചയിൽ ഉണങ്ങിയ വിറക് കമ്പ് പോലെ എല്ലാ ഇലയും താഴെയാ. വലിയ ആളായിരുന്നു, നിറയെ ഇലകളുള്ള മരമായിരുന്നു. ഇപ്പോൾ ആകെ ഉണങ്ങിയ മരം പോലെയായി. ആ മരം അതേ സൂര്യപ്രകാശത്തിൽ വീണ്ടും നിൽക്കും. വെള്ളവും വളവും വലിച്ചെടുക്കുന്ന വേരുകൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ആ സൂര്യപ്രകാശം കിട്ടിക്കൊണ്ടിരിക്കും. കുറച്ച് മാസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഉണങ്ങിയതെന്ന് തോന്നിയ സ്ഥലത്തെല്ലാം കൂമ്പുണ്ടാവും, നല്ല തളിരുകളുണ്ടാവും. ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് അത് മുഴുവൻ നല്ല പച്ച, നല്ല ജീവനുള്ള നല്ല ഇലകൾ കൊണ്ട് മുഴുവൻ നിറയും. ഇത് തന്നെയാ ജീവിതവും, ഇത് തന്നെയാ എൻ്റെ നിങ്ങളുടെ ജീവിതവും. ചില സമയത്ത് നമ്മുടെ എല്ലാ നന്മകളും പോകും, സന്തോഷമെല്ലാം പോകും, സമാധാനം പോകും, സ്വസ്ഥതയില്ല, എപ്പോഴും വഴക്ക്. എൻ്റെ ദൈവമേ, ഉണങ്ങിയ മരം പോലെ ആയല്ലോ എൻ്റെ കുടുംബജീവിതം. അങ്ങനെ പറയുന്നവരും കാണും. ആരും പറയരുത് എന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞേരെ, എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല പറയരുത്. ആ മരം പോലെ വിശ്വസിക്കുക. ആ മരം ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് ഞാൻ വീണ്ടും ഇവിടെ തന്നെ നിന്നോണ്ട് പ്രാർത്ഥിക്കും. വീണ്ടും ദൈവവചനത്തിലെ അനുഗ്രഹങ്ങൾ വേര് വെള്ളവും വളവും വലിച്ചെടുക്കുന്നത് പോലെ ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കും. എനിക്കറിയാം ഇലകൾ എത്ര എണ്ണം പൊഴിഞ്ഞു പോയാലും വീണ്ടും ഈ മരം തളിർക്കാൻ കാരണമാകും. മരം തളിർത്ത് കയറി സത്യമായിട്ടും വീണ്ടും നല്ല ഉണർവോടെ നിന്നെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാളുടെയും ജീവിതം, ദൈവത്തിൽ നിൽക്കുന്ന ഒരാളുടെയും ജീവിതം, പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാളുടെയും ജീവിതം ഉണങ്ങിപ്പോകത്തില്ല. സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഒരു നന്മയ്ക്കത് കാരണമായി തീരും. ഇങ്ങനെ വിശ്വസിച്ച് എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. ഉറക്കെ പറഞ്ഞു, എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും. അഡ്രസ്സ് എഴുതി, പിൻകോഡ് എഴുതി, പോസ്റ്റ് ചെയ്യുന്ന എഴുത്ത്, ഇല്ലെൻ്റെ ലെറ്റർ, അത് തെറ്റാതെ അത് ആർക്കാണോ എഴുതിയത് അയാളുടെ കയ്യിൽ എത്തുന്ന പോലെ കൃത്യമായി പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ദൈവം എൻ്റെ കയ്യിൽ തരാതിരിക്കത്തില്ല. അത് കൃത്യതയോടെ എൻ്റെ കയ്യിലെത്തും. കൃത്യസമയത്ത്, പാട്ടുകാരൻ പറഞ്ഞ പോലെ കൃത്യസമയത്ത് ദൈവം ഇടപെടും. വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയാ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയാ. ഇന്നൊരു ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 2 പേരെ കാണാൻ പറ്റും. ഒന്നൊരു പള്ളിയിലച്ചനാണ്, കല്യാണം കഴിച്ച ഒരു പള്ളിയിലച്ചനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഏലി എന്നാണ്, ഇല്ലേ? ഏലി പുരോഹിതൻ. അത് ഇല്ലേ? ഏലി പുരോഹിതനാണ്. ഏലി പുരോഹിതൻ 1-ാം അധ്യായത്തിൽ വിവാഹം കഴിച്ച ഒരു പുരോഹിതൻ 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലുണ്ട്. അവിടെ വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട്. 2-ാമത്തെ ആളുടെ പേരാണ് ഹന്ന. ഈ 2 വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിനു മുമ്പൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ വാക്കിനും ദൈവ ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വില കൊടുത്തവരാണോ നിങ്ങൾ? നിങ്ങളുടെ മക്കളിലൂടെ ഒരു നല്ല കാലം നിങ്ങൾക്കുണ്ടാകും. ആരാധനയ്ക്കും
പ്രാർത്ഥനയ്ക്കും വില കൊടുക്കുന്ന, മക്കളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർത്തോ, നിങ്ങളുടെ മക്കളിലൂടെ ഒരു നല്ല കാലം നിങ്ങൾക്ക് വരും. ഹല്ലേലൂയ. ജപ്പാനിൽ ഒരു പ്രത്യേക വാക്കുണ്ട്. അവിടെ മക്കൾ മാതാപിതാക്കളെ അധികം നോക്കത്തില്ലാത്തതുകൊണ്ട് ജപ്പാനിൽ ഫ്ലാറ്റുകൾ തോറും ചില ഗ്രൂപ്പുകൾ, ചില ആളുകൾ, സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നറിയാമോ? അവരുടെ മക്കൾ മാതാപിതാക്കളെ നോക്കത്തില്ല. അവർ ചിലപ്പോൾ ഫ്ലാറ്റുകളിൽ ഇരുന്ന് മരിച്ചു പോവും. അവരെ അടക്കാൻ ഒരു ഗ്രൂപ്പുണ്ട്. മിക്ക സ്ഥലവും ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അടക്കാൻ ആളില്ല, മക്കളറിയില്ല മാതാപിതാക്കൾ മരിച്ചു പോയത്. അവർ വിളിക്കാറില്ല, അവർ വേറെ സ്ഥലത്താണ്, അവർ ജോലി, അവരുടെ കാര്യം. മക്കൾ, മാതാപിതാക്കൾ ഒറ്റയ്ക്ക് ഫ്ലാറ്റുകളിൽ, ഓരോക്കെയോ ഫ്ലാറ്റുകളിൽ ഇരിക്കുകയാണ്. എപ്പോഴോ അറിയുന്നേ അവർ മരിച്ചുപോയി. മരിച്ച വിവരം പിന്നീടൊക്കെയാ ഈ സന്നദ്ധ സംഘടനക്കാരറിഞ്ഞതിന് ശേഷമാണ് മക്കൾ പോലും അറിയുന്നത്. ഇന്നൊരു പ്രത്യേക കലികാലത്തിലൂടെ ജീവിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അനുഗ്രഹമാകണം. മക്കളിലൂടെ ഒരു നല്ല കാലം വരണമെന്ന് ആഗ്രഹിച്ചവരെല്ലാം ഒരു കരം ഉയർത്തിക്കേ. മക്കളിലൂടെ, മക്കൾ മാത്രമല്ല, അടുത്ത ഒരു തലമുറ വഴിതെറ്റിപ്പോകാതെ അവരെ ദൈവത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. അവരെ ദൈവത്തിൽ ഏൽപ്പിച്ച്, അത് പറയാൻ പോവുകയാണ്, അത് പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ മക്കളിലൂടെ ഒരു നല്ല കാലം വരണം. ഈ ഞാൻ എൻ്റെ സൗന്ദര്യം നോക്കാതെ, ആരോഗ്യം നോക്കാതെ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാ. അവർ ഉഴപ്പിപ്പോയി, വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പോലും പറ്റത്തില്ല. അവരിലൂടെ ഒരു നല്ല കാലം ഉണ്ടാകണമേ. എൻ്റെ മക്കൾ എനിക്ക് വേദനയാകല്ല, അവരിലൂടെ എനിക്ക് നല്ല കാലം ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് ആ ഒരു കരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. മക്കളിലൂടെ ഒരു നല്ല കാലം, മക്കളിലൂടെ ഒരു നല്ല കാലം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവാ. ഇവിടെ ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കൊടുത്ത ഒരു അമ്മേനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. അത് എഴുതിയിരിക്കുന്നത് 1-ാം അധ്യായം 7-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 2-ാം ഭാഗം ഒന്ന് വായിച്ച്, അതിനാൽ തൊട്ട് വായിച്ച്. ഒരു ഹന്നയെക്കുറിച്ച്, സ്ത്രീയെക്കുറിച്ച് പറയുക. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? 9-ാമത്തെ വാക്യം തൊട്ട് വായിക്ക്. ഹന്ന ചെയ്തൊരു കാര്യമാണ്. ഷീലോയിൽ വച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന, ശ്രദ്ധിച്ചു കേട്ടോ, ഒരമ്മയെക്കുറിച്ച്, ഒരാളെക്കുറിച്ച്, ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്നു. എങ്ങോട്ട് പോയി? നമ്മളെ പോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി വേഗം വസ്ത്രമൊക്കെ മാറ്റി ഫ്രഷായി ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്നു. അടുത്ത ഭാഗം, ദൈവസന്നിധിയിൽ ചെന്ന് പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിലിരിക്കുകയായിരുന്നു. ആ പള്ളിയിലെ അച്ഛൻ ആ പള്ളിയുടെ വാതൊക്കെ നിപ്പുണ്ടായി. വാതിൽപ്പടിക്ക് സമീപം ഒരു കസേരയിൽ, ഒരു പീഠത്തിൽ ഇരിപ്പുണ്ടായിരുന്നു ആ പള്ളിയിലെ അച്ഛൻ. അപ്പോഴുണ്ട് ഒരു സഹോദരി ഓടി പള്ളിക്കകത്തോട്ട് കയറുന്നത് കണ്ടു. പിന്നെ എന്താ കണ്ടത്? 10-ാമത്തെ വാക്യം. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാ ഓടുന്നത്? നമ്മളോട് ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറേ ആയാലും ഓടാൻ തുടങ്ങിയിട്ട്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അല്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ വാതിലടച്ച് അവിടെ ഇരുന്ന് സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുവാണ്. അവൾക്കൊരു സങ്കടം വന്നപ്പം ഓടിച്ചെന്നത് ദൈവത്തിൻ്റെ അടുത്ത്, ദേവാലയത്തിലേക്ക് ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ അയൽവാസി ചോദിക്കും, നാട്ടുകാർ ചോദിക്കും, എവിടെയാണ് പോണത്, എന്തിനാ ഓടുന്നത്, ഇവിടെ എങ്ങാനും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ചില സ്ഥലങ്ങളിൽ, ചില സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. അതിൻ്റെ അനുഗ്രഹം നാട്ടുകാരല്ല തരുന്നത്, ദൈവമാണ് തരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവമാ പ്രതിഫലം നൽകുന്നത്. അവൾ ഓടി, എങ്ങോട്ടോടി? ദൈവസന്നിധിയിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ച ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഒരനുഗ്രഹം പുരോഹിതനിൽ നിന്ന് കിട്ടിയത് എഴുതിയിട്ടുണ്ട്. 17-ാമത്തെ വാക്യം. അപ്പോൾ ഏലി പറഞ്ഞു, ഏലി
സ്ഥലത്തെ പള്ളിയിലെ അച്ഛൻ, ആ സ്ഥലത്തെ പ്രീസ്റ്റ്, ആ പള്ളിയുടെ വികാരി പറഞ്ഞു, ആ പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ആ ഏലി പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോവുക, സമാധാനമായി നീ പൊക്കോ, നീ വിഷമിക്കൊന്നും വേണ്ട, പൊക്കോ. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഒറ്റ വാക്കേ ആ പുരോഹിതൻ പറഞ്ഞുള്ളൂ, നിന്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരും. ഇത്രയും ഇവിടെ ഞങ്ങൾക്കെല്ലാം റോൾ ഇത്രേ ഉള്ളൂ. ഇത്രയും പറയാനേ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നു. ഇത്രയും പറയാനേ ഉള്ളൂ. ഞങ്ങൾക്ക് ദൈവം തന്ന നിയോഗത, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരും. എന്താ ഉറപ്പ്? ആ ഒരു അനുഗ്രഹം മതി കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടാൻ. പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാളുടെ അനുഗ്രഹമാണ് ജീവിതത്തിൻ്റെ വഴിയായി തെളിഞ്ഞു കിട്ടുന്നത്. ഒറ്റ വാക്ക് പറഞ്ഞു, സാധിച്ചു തരട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അടുത്ത ഭാഗം എഴുതിയിരിക്കുവാണ്. ഇനി 26-ാമത്തെ വാക്യം, ഈ സഹോദരി ഈ ഹന്ന സാക്ഷ്യം പറയാൻ വേണ്ടി അതേ പള്ളിയിൽ വീണ്ടും വന്നു, അതേ ദേവാലയത്തിൽ വന്നു. 26-ാമത്തെ വാക്യം, അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. അപ്പോൾ ഹന്ന പറയുവാണ്, ഹലോ അച്ചോ, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ അന്ന് വരുമ്പോൾ നിങ്ങൾ ഈ വാതുക്കൽ ഈ പീഠത്തിന്മേൽ ഇരിക്കുമായിരുന്നു, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ കരഞ്ഞോണ്ട് വന്ന് ഈ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച ആളാണ്, നിങ്ങളെന്നെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പം പുരോഹിതൻ ഇങ്ങനെ നോക്കി ഓർമ്മ ഇങ്ങനെ എടുത്ത് സാക്ഷ്യം പറയുക. എന്നിട്ട് അടുത്ത ഭാഗം നോക്ക്, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ കയ്യിലിപ്പോൾ എന്തുണ്ട്? അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരനുഗ്രഹം കിട്ടി, ഒരു പ്രാർത്ഥന കിട്ടിയപ്പോൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥിച്ചത് ദൈവം ഇപ്പോൾ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. പിടികിട്ടിയോ? കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, നിന്റെ പ്രാർത്ഥന ദൈവം സാധിച്ചു തരുമെന്ന്. അടുത്ത വർഷം ഇതേ ആള് അതേ പള്ളിയിൽ വന്ന് പുരോഹിതനോട് പറയുക, ഹലോ പുരോഹിത, എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ അന്ന് വരുമ്പോൾ നിങ്ങൾ ഈ പീഠത്തിന്മേൽ ഈ കവാടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു, എന്നെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചത് ഓർക്കുന്നുണ്ടോ? ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ എന്തിനു വേണ്ടിയാണോ അന്ന് കരഞ്ഞത്, അന്ന് പ്രാർത്ഥിച്ചത്, അത് ദൈവം ഇന്ന് എൻ്റെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതുപോലത്തെ സാക്ഷ്യങ്ങൾ ഈ അനുഗ്രഹ ആലയത്തിൽ ഉണ്ടാകട്ടെ. ഒരു കുഞ്ഞിന് വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചത്, ഒരു ജോലിക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചത്, നല്ല കുടുംബത്തിന് വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ചത്. എത്ര പേർ ഇത് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു? ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം എൻ്റെ കയ്യിൽ തരുമെന്ന്. എൻ്റെ കയ്യിൽ ദൈവം അത് ഏൽപ്പിച്ചു തരും. ഒന്നാ ഉയർത്തിയ കരങ്ങൾ അവിടെ നിൽക്കട്ടെ, കണ്ണുകൾ നടച്ച്. ഇത് ഹന്നായുടെ മാത്രം അനുഭവമല്ല, ഈ കരങ്ങൾ ഉയർത്തിയ ഓരോ മനുഷ്യൻ്റെയും, ഓരോ അമ്മയുടെയും, ഓരോ അപ്പച്ചൻ്റെയും, ഓരോ സഹോദരൻ്റെയും സഹോദരിയുടെ അനുഭവമായി മാറട്ടെ അത്. ഞാൻ പ്രാർത്ഥിച്ചത് തന്നെ എൻ്റെ കയ്യിൽ തരണമേ കർത്താവ്. ഞാൻ പ്രാർത്ഥിച്ചതൊരു സമാധാനമുള്ള ജീവിതമാണ്, അതെൻ്റെ കയ്യിൽ തരണമേ. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം, പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലം മനുഷ്യരല്ല കുഞ്ഞെ നിനക്ക് തരുന്നത്, ദൈവമാണ് നിനക്ക് തരുന്നത്. ദൈവം പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലം ദൈവം തന്നെ നിന്റെ കയ്യിൽ തരും. ദൈവം തന്നെ നിങ്ങളുടെ കയ്യിൽ തരും. ഒന്ന് സ്തുതിച്ച് ആ കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, 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 ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി. കരങ്ങൾ താഴ്ത്തി പാടി. കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി. കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി. നിൻ കൃപ മാത്രം എനിക്കു മതി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇനി അടുത്ത വചനം
28-ാമത്തെ വാക്യം. ആ അമ്മ ചെയ്തത് ഒരു വലിയ കാര്യം. ആ അമ്മ ചെയ്തൊരു കാര്യം സാക്ഷ്യം പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്തേ. സാക്ഷ്യം പറഞ്ഞിട്ട് പുരോഹിതൻ എന്നാ വേണ്ടത്, ഞാനൊരു നേർച്ചയായിട്ട് ഇത്രയും പൈസ തന്നേക്കാം, ഞാൻ വേണേൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നേക്കാമെന്ന് പറഞ്ഞ് പൊടി നട്ടി പോവുമല്ല. ഒരു കാര്യം ചെയ്തു. 28-ാമത്, അത് മറക്കല്ല്. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആ ദേവാലയത്തിൽ നിന്ന് അമ്മ പറയുവാണ്, ഞാൻ ഇവനെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. ആ കുഞ്ഞിനെ അമ്മ ചെയ്തത് ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും ഇതെന്നെ കേൾക്കുന്നവരും ഈ 2 ബോക്സിനകത്തിരിക്കുന്നത് ഭൂരിഭാഗം എന്നാണെന്നറിയാമോ? ഈ 2 ഇത് മാതാപിതാക്കൾ അവരുടെ മക്കളുടെ പേരുകൾ എഴുതിയിട്ട കാര്യങ്ങളാണ്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനമാണ്. 365 ദിവസവും കുറച്ച് വർഷമായി വചനം പറയുന്നൊരു അൾത്താരയാണിതൊരു സ്ഥലമാണിത്. നിങ്ങളുണ്ടേലും ഇല്ലേലും ഈ പ്രാർത്ഥനയ്ക്ക് ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന പേരുകൾ ഒരു സെക്കൻഡെങ്കിലും അതിന്മേൽ ചില പ്രാർത്ഥനകൾ കിട്ടുന്നുണ്ട്. ഇവിടെ അമ്മ ചെയ്തത് കണ്ടോ? ദൈവം തന്ന കുഞ്ഞിനെ, ആ ആൺകുഞ്ഞിനെ എന്ത് ചെയ്തു? ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആജീവാനന്ദം, അവൻ ആയുസ്സുള്ളിടത്തോളം കാലം ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. ഇത്രയും പറഞ്ഞു. ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എൻ്റെ മൂത്ത മകനെ, 2ാമത്തെ മകളെ, 3ാമത്തെ ആളെ, 4ാമത്തെ ആളെ കർത്താവേ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു കുഞ്ഞു ഭാഗമുണ്ട്, ശ്രദ്ധിക്കത്തില്ല. അവർ കർത്താവിനെ ആരാണ് അവർ? ഈ അമ്മയും ഈ മകനും. അവർ അത്രയും പറഞ്ഞ് കുറച്ച് പൈസ നേർച്ചയിട്ടിട്ട് വീട്ടിൽ പോവുകയല്ല ചെയ്തേ. അവർ ദൈവത്തിന് സമർപ്പിച്ചവർ 2 പേരും അവർ കർത്താവിനെ ആരാധിച്ചു. ആരാധനയുള്ള ഒരമ്മ, ആരാധിക്കുന്നൊരു മകൻ എവിടെ എത്തി? ദൈവത്തിന് സമർപ്പിച്ച പിള്ളേർ എവിടെ എത്തി എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാം. ഈ കുഞ്ഞ് എവിടെ എത്തിയെന്ന് 7-ാം അധ്യായം 2 മുതലുള്ള വാക്യം എഴുതി. ഈ ആരാധനയുള്ള അമ്മയുടെ പ്രാർത്ഥനയുള്ള മകൻ എവിടെ എത്തി എന്ന് എഴുതിയിട്ടുണ്ട്. ഹെഡിങ് വായിച്ചാൽ തന്നെ പിടികിട്ടും. സാമുവേൽ ന്യായാധിപൻ. പുള്ളി വലിയ ആളായി. സാമുവേൽ ന്യായാധിപൻ. സാമുവേൽ എവിടെ എത്തി? ഒരു നേതാവായി, വലിയ ആളായി. അപ്പോൾ ആ വാക്കിന് പോലും വിലയുള്ള ഒരു ന്യായാധിപനായി മാറി. ആര്? ദൈവാരാധനയുള്ള ഒരമ്മയുടെ മകനായി ഇപ്പം ന്യായാധിപനായത്. ഒരുമിച്ച് ആരാധിക്കാൻ അമ്മയും മകനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അവർ ഒരുമിച്ച് ആരാധിച്ചപ്പം അതിൻ്റെ അനുഗ്രഹം മക്കളിലൂടെ ഒരു നല്ല കാലം ഉണ്ടാകാൻ തുടങ്ങി. ആ ആരാധിച്ച അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ പള്ളി കൂട്ടിക്കൊണ്ടുവന്ന കൊച്ചിനെ ഓർത്ത് ആ അമ്മയ്ക്ക് കരയേണ്ടി വന്നിട്ടില്ല. അഭിമാനത്തോടെ നാട്ടുകാരുടെ മുമ്പിൽ, ദേശക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റി. ഞാൻ ആ പറഞ്ഞ വാക്ക് മറക്കുമോ? ആരാധനയുള്ള ഒരമ്മ, പ്രാർത്ഥിക്കുന്ന മക്കളും, അവരിലൂടെ ഒരു നല്ല കാലം നിനക്കുണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ ഉണ്ടായി. ഇത് കൃത്യകാര്യകാരണ സഹിതമാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വേറെ ഒരാളുടെ പേരും കൂടെ ഞാനിപ്പോൾ പറഞ്ഞു. പുരോഹിതൻ്റെ പേരെന്നാ? ഏലി. പുള്ളി ഒരു പള്ളിയിലച്ഛനാണ്, വിവാഹിതനാണ്, 2 പിള്ളേരും ഉണ്ട്. പക്ഷെ എവിടെ എഴുതിയിട്ടില്ല പുരോഹിതൻ്റെ പിള്ളേരെ ദൈവത്തിന് സമർപ്പിച്ചു എന്നോ പ്രാർത്ഥിച്ചു എന്നോ ആരാധിച്ചു എന്ന് എഴുതിയിട്ടില്ല. പുരോഹിതൻ്റെ 2 പിള്ളേരും തല്ലിപ്പൊളി. ആ പുരോഹിതൻ്റെ 2 പിള്ളേരും പോക്കാണ്. അവരെ ഓർത്ത് പുരോഹിതൻ കരഞ്ഞു. വായിക്കാതെ 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഒരാൾ ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചും പിള്ളേരെ വളർത്തി. ഒരാൾ അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. പിള്ളേർ പഠിക്കട്ടെ, പിള്ളേരുടെ വഴിക്ക് പോട്ടെ എന്ന് വലിയ ശ്രദ്ധ കൊടുത്തില്ല. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഏലിയുടെ പുത്രന്മാർ ഏലിയോടൊപ്പം ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതൻ്റെ പിള്ളേരെ ശരിക്കും ദൈവിക അനുഗ്രഹത്തിൽ ആ പുരോഹിതൻ വളർത്തി. എവിടെയും കാണുന്നില്ല. ഏലിയുടെ പുരോഹിതൻ മക്കൾ എന്താന്ന് എഴുതിയിട്ടുണ്ട്. 12-ാമത്തെ വാക്യം. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും. പുള്ളി പുരോഹിതനാണ്, പുള്ളി പ്രീസ്റ്റാണ്, പള്ളിയിലച്ഛനാണ്. പക്ഷെ പിള്ളേർ ഭയങ്കര പോക്കാം, പിള്ളേർ പിഴയാണ്.
ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ദൈവത്തെ ഭയമില്ലാത്തവരാ പുരോഹിതന്റെ പിള്ളേര്. പക്ഷെ അന്നായുടെയോ ആരാധിക്കുന്ന ഒരു അമ്മയും ആരാധനയുള്ള ഒരു മകനും. ഇവിടെ ഒരു ദൈവാരാധനയുള്ള ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ പിള്ളേരെ ദൈവത്തിൽ അർപ്പിച്ച് വളർത്താത്തതിൻ്റെ ഒരു കുറവ് കാണാൻ പറ്റും. അവർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. അടുത്തത്, ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് കിട്ടണം. അവർക്ക് വിഹിതം പോരണം. വിഹിതം ഇങ്ങോട്ട് പോരട്ടെ, വേറെ ഒന്നും അവർക്ക് വേണ്ട. അടുത്തൊരു വാക്ക് ശ്രദ്ധിക്കണം. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം, അന്നത്തെ കാലമാകട്ടോ, ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നു. ബലിയർപ്പണം കഴിയുന്നതിന് മുമ്പ് കമ്പിട്ട് കുത്തി ഇറച്ചി എടുത്തുകൊണ്ട് പോകും. ബലി പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും മുപ്പല്ലി കൊണ്ട് കുത്തി അവർക്ക് വേഗം ഭക്ഷിക്കണം. പുരോഹിതൻ്റെ മക്കളാണേലും പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തതിൻ്റെ പ്രത്യേകത കണ്ടോ? ഇനി അടുത്ത് എഴുതിയിട്ടുണ്ട്, ഈ പുരോഹിതൻ്റെ മക്കൾ എവിടെ എത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി അവർ മരിച്ചു പോകാനിടവന്നു. 4-ാം അധ്യായം 11-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും വധിക്കപ്പെട്ടു. 2 പേരും മരിച്ചുപോയി. 2 പേരും ജീവിതത്തിൽ സക്സസ് ആയില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കിത് പ്രഭാഷണമായിട്ടോ പ്രസംഗമായിട്ടോ എങ്ങനെയും കേൾക്കാം. ഒരു അമ്മ തൻ്റെ മക്കളെ കൂടെ പള്ളി കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചും ദൈവത്തിൽ അർപ്പിച്ചും വളർത്തിയപ്പോൾ ആ മകൻ ന്യായാധിപനായി മാറി. ഒരു പള്ളിയിലച്ഛൻ്റെ പിള്ളേർ, ആ പള്ളിയിലച്ഛൻ ശ്രദ്ധിച്ചില്ല, മക്കളുടെ കാര്യം ശ്രദ്ധിച്ചില്ല, അവരെ പ്രാർത്ഥിക്കാൻ ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് വളർത്താൻ ആ പള്ളിയിലച്ഛൻ ശ്രദ്ധിച്ചില്ല. ആ പുരോഹിതൻ മൈൻഡ് ചെയ്തില്ല. 2 ആൺപിള്ളേരും ഭയങ്കര പ്രശ്നക്കാർ. ആ 2 പേരും വധിക്കപ്പെട്ടു. 2 പേരുടെയും ജീവിതം ഒന്നും അല്ലാണ്ടായിപ്പോയി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുക. നമ്മുടെ മാതൃകയായി നമ്മൾ ഹന്നായെ കാണുക. ഈ വചനം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ആ മകൻ ഇപ്പോൾ എവിടെ എഴുത്തിയെന്ന് 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചേ, എവിടെ എത്തി? 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. സാമുവേൽ ന്യായാധിപൻ. അപ്പോൾ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. ഇതിനകത്ത് നിങ്ങളുടെ ആരുടെയെങ്കിലും കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞിനെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് വെറുതെ ആകത്തില്ല. അവരൊരു നല്ല നിലയിൽ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരപ്പനും അമ്മയും അവരുടെ മക്കളെ കൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവരിലൂടെ നിങ്ങൾക്കൊരു നല്ല കാലം വരുമെന്ന് അടിവരയിട്ട് തെളിയിച്ച ഭാഗമാണിത്. കഴിഞ്ഞിട്ടില്ല ഈ ഭാഗം, ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഈ ആരാധനയുള്ള അമ്മയുടെ മകൻ എത്രമേൽ ഉയർന്നുവെന്ന് 2 മുതലുള്ള വാക്യം എഴുതിയിട്ടുണ്ട്. കർത്താവിന്റെ പേടകം അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു. 3-ാമത്തെ വാക്യം. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവെങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. 5-ാമത്തെ വാക്യം. സാമുവേൽ പറഞ്ഞു, ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. 6-ാമത്തെ വാക്യം. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് എല്ലാവരും അനുസരിക്കേണ്ട നിലയിലെത്തി. ഈ സാമുവേൽ പറഞ്ഞ കാര്യമേ. പിന്നെ നീ നിന്റെ പണി നോക്ക്. നീ ചുമ്മാ കൂടാൻ പറയുമ്പോൾ കൂടാനും പോകാൻ പറയുമ്പോൾ പോകാനും ഞാൻ ആരാന്ന് ഒരൊറ്റ മനുഷ്യൻ കണ്ണിച്ച് സംസാരിച്ചിട്ടില്ല. സാമുവേൽ പറഞ്ഞു, എല്ലാവരും മിസ്പായിൽ ഒരുമിച്ച് കൂടണം, ഇന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞ കൊച്ചുവീച്ചടക്കം സകലരും ഒരു മനുഷ്യൻ്റെ വാക്കിന് വില കൊടുത്തു. പ്രാർത്ഥിച്ച ഒരമ്മയുടെ, ആരാധനയുള്ള ഒരമ്മയുടെ മകൻ പറഞ്ഞ വാക്കിന് രാജ്യം വില കൊടുക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ നീ സാമുവേലിൻ്റെ പണിയെടുക്കുക, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ഒരു കുഞ്ഞു പോലും എതിർത്ത് സംസാരിക്കില്ലായിരുന്നു. വാക്കിന് വിലയുള്ള ഒരു മനുഷ്യനായി മാറി. നിങ്ങളുടെ മക്കൾ
വാക്കിന് വിലയുള്ളവരായി മാറണം. സമൂഹത്തിൽ നിലയും വിലയുമുള്ളവരാകണം. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ആരുടെ മകൻ? ഹന്ന. ആരാണ് ഹന്ന? ഒരു പ്രശ്നം വന്നപ്പോൾ വീടിനകത്തിരുന്ന് കരഞ്ഞ ഒരാൾ മാത്രമല്ല, ദേവാലയത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരമ്മയുടെ മകൻ. ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ കുറച്ച് പൈസയും കൊടുത്ത് ഒരു സാക്ഷ്യം പറഞ്ഞ് പൊടിയും തട്ടി പോവുമല്ല, അവിടെ നിന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ആജീവനാനന്ദം ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നിട്ട് പറഞ്ഞിട്ട് പോവല്ല. അവർ രണ്ടുപേരും ദൈവത്തെ ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഒന്നും വെറുതെ ആയില്ല. ആ കുഞ്ഞ് അത്ഭുത ഒരു ന്യായാധിപനായി. ഈ വാക്കാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. പറയാൻ ഉദ്ദേശിച്ചത്, സാമുവേലിൻ്റെ വാക്ക് കേട്ട് ആ ജനങ്ങൾ മുഴുവൻ, ഇസ്രായേൽ മുഴുവൻ ഒരുമിച്ച് കൂടി. സാമുവേലിൻ്റെ ഒരൊറ്റ മനുഷ്യൻ്റെ, നിങ്ങളുടെ വാക്ക് കേട്ട് ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയില്ല, എൻ്റെ വാക്കെൻ്റെ പിള്ളേർ പോലും കേൾക്കുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി അനുസരിക്കുന്നില്ല, എൻ്റെ നാട്ടിൽ എൻ്റെ വാക്കിനൊരു വിലയില്ല. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനൊരു വിലയുള്ള വാക്കുകളായി മാറണം. ദൈവാരാധനയുള്ളവൻ്റെ വാക്ക് വിലയുള്ള വാക്കുകളാണ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്ക്. ഇത്രയും കാര്യമായി. ഇത് വലിയ ഒന്ന് സംഭവമൊന്നും അല്ല, എന്നാൽ ഒരു നിമിഷം കേട്ടെ. ഏലി പുരോഹിതൻ, ഏലിയുടെ മക്കൾ രണ്ടുപേരും ദുർമാർഗികളും ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാംസം മുപ്പല്ലി കൊണ്ട് കുത്തിയെടുക്കുന്നവരും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരേന്ന് പറഞ്ഞാൽ ചൂടായി ദേഷ്യപ്പെട്ട് എൻ്റെ പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് ഞെട്ടിക്കുന്നവരുമാണ്. രണ്ടുപേരും എവിടെ എത്തിയില്ല. രണ്ട് മക്കളും വധിക്കപ്പെട്ടു. എന്നാൽ ഇപ്പുറത്തോ പ്രാർത്ഥനയുള്ള ഒരമ്മയുടെ മകൻ വളർന്ന് രാജ്യത്തിൻ്റെ ന്യായാധിപനായി മാറി, ജഡ്ജിയായി വലിയ നിലയിലെത്തി. ഇപ്പോൾ ആ മകൻ പറയുന്നൊരു വാക്ക് രാജ്യം മുഴുവൻ അനുസരിക്കുന്ന വാക്കായി മാറി. ഒരു വാക്ക് സാമുവേൽ പറഞ്ഞപ്പോൾ അവിടെയുള്ള സകലരും അത് അനുസരിച്ചു എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്കൊരു നല്ല കാലം ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കുറച്ച് സമയം നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന്, ഇത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. എന്തിനാണ് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്? ഇത് നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ പതിഞ്ഞു വരാനാണ്. ഇത് പ്രഭാഷണമായിട്ടോ പ്രസംഗമായിട്ടോ പോയിന്റുകൾ 1 2 3 4 5 6 7 8 ഒരു പോയിന്റ് പറഞ്ഞില്ലല്ലോ പുള്ളി. നോട്ടെടുത്ത് പേനയെടുത്ത് വെച്ച ഒയ്യോ വെറുതെ ആയിപ്പോയി. ഇതൊന്നും ഒരു പോയിന്റും എടുത്ത് മുഴുവൻ ഒറ്റ പോയിന്റാ. ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥനയുള്ള ഒരു പ്രതിസന്ധി വന്നപ്പോൾ ദേവാലയത്തിലേക്ക് ഓടിച്ചെന്ന അമ്മയുടെ മകൻ ഇന്ന് രാജ്യത്തിൻ്റെ ന്യായാധിപനായിരിക്കുന്നു. അമ്മ മകനെക്കുറിച്ച് ചെറുപ്പത്തിലേ പറയുക, ഒരു സാക്ഷ്യം പറയാൻ കൊണ്ടുവന്നേച്ച് പിന്നെയല്ല, അവനെ അജീവനാനന്തരം ആ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ. ഇവിടെ ഇല്ലേലും അവരുടെ പേരുകളും മുഖമൊക്കെ ഒന്ന് കണ്ടേ. എന്നിട്ട് അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തേ. അങ്ങനെയൊക്കെ ഏൽപ്പിച്ച ആണ്ടിലൊരിക്കലല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണം. വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം. എന്നിട്ട് എഴുതിയിരിക്കുവാണ്, അവർ ആ പള്ളി വെച്ച് ദൈവത്തെ ആരാധിച്ചു എന്ന്. ആരാണവർ? അമ്മയും മകനും. ആ അമ്മയും മകനും. എന്നാൽ പുരോഹിതനായ ഏലിയെക്കുറിച്ച് ബൈബിളിൽ വായിക്കുമ്പോൾ ഏലി തൻ്റെ മക്കളോടൊപ്പം ആരാധിച്ചു എന്ന് കാണുന്നില്ല. ഈ പുരോഹിതൻ ഒരിക്കൽ പോലും പറയുന്നത് കേട്ടില്ല, ദൈവത്തിന് എൻ്റെ പിള്ളേരെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. ദൈവത്തിന് സമർപ്പിച്ച മക്കൾ നിങ്ങൾക്കൊരു നല്ല കാലമായി മാറും. മക്കൾ ഒരു അനുഗ്രഹമായി വരും. മക്കളൊരു തലവേദനയായി വരത്തില്ല. ഈ പുരോഹിതനും പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ പിള്ളേരെക്കുറിച്ച് ഞാൻ കേട്ട് മടുത്തല്ലോ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പുരോഹിതനാണെങ്കിലും മക്കളെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് വളർത്താത്തത് കൊണ്ട് അവരൊരു തലവേദനയായി മാറി, അവരൊരു നാണക്കേടായി മാറി, ഒരു ദുഃഖമായി മാറി. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേദനയായി മാറുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത നൽകുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാകണമോ? അവരുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത്, പേരുകളോർത്ത് ചുമ്മാ ആണ്ടിലൊരിക്കലല്ല, ദിവസവും പ്രാർത്ഥിക്കണം. കർത്താവേ, ഹന്ന എന്ന അമ്മ ചെയ്തതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും ചെയ്ത്, ഹന്ന എന്ന അമ്മ ചെയ്തതുപോലെ ഓരോ അപ്പന്മാരും പിതാക്കന്മാർ ചെയ്ത് എന്ത് പറയണം? കർത്താവേ, എൻ്റെ മകനെ, എൻ്റെ മകളെ എല്ലാം ദൈവത്തിന് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ മക്കൾ എവിടെ എത്തുമെന്ന് 89-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്.
89 സങ്കീർത്തനം 4-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുള്ള ദൈവാരാധനയുള്ള അപ്പൻ്റെ അമ്മയുടെ മക്കൾ എവിടെ എത്തുമെന്ന് എഴുതിയിരിക്കുന്നത്. 89 സങ്കീർത്തനം 4-ാമത്തെ വാക്യം കേട്ടെ. നിന്റെ സന്തതിയെ എന്ന് പറഞ്ഞാൽ നിന്റെ മക്കളെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. ഉറപ്പിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിക്കും. അടുത്തത്, നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. നിന്റെ മക്കളുടെ അനുഗ്രഹം ഞാൻ നിലനിർത്തും. 2 വാക്കുണ്ട്, ഉറപ്പിക്കും, നിലനിർത്തും. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മക്കളിൽ ഉറപ്പിക്കണം, അത് നിലനിർത്തണം, കളയില്ലേ. അത് വിലയുള്ളതാണ്. ഇന്ന് വലിയ ഭംഗിയുള്ളതായി കാണുന്നില്ലെങ്കിലും അത് ഭംഗിയുള്ളതായി വരും. ഒരു മഴയൊന്നും ഇല്ലാത്ത കാലത്ത് ഇവിടെ നിൽക്കുന്ന വേനൽ മഴ കിട്ടിക്കഴിയുമ്പോൾ ഒരു ചെടിക്കുണ്ടാകുന്ന മാറ്റം പ്രാർത്ഥന കിട്ടുന്ന നിങ്ങളുടെ വിഷയത്തിനകത്ത് വരും. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കാതിരിക്കുന്നതും ഒരു തെറ്റാണ്, ഒരു പാപമാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാണ്. സാമുവേൽ പറയുക, 1 സാമുവേൽ 12-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുവാണ്. ശ്രദ്ധിക്കണം, നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാലും പാപമാണെന്ന് എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാതിരുന്നാലും, പ്രാർത്ഥിച്ചില്ലേലും ഇപ്പം എന്നാ കുഴപ്പം, പ്രാർത്ഥിച്ചില്ലേലും അത് പാപമാണ്. വായിക്കാം 12-ാം അധ്യായം 23-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വേണ്ടി തുടർന്നു പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ. പ്രാർത്ഥിക്കാതിരുന്ന സാമുവേൽ പറയുക, നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാതിരുന്ന് പാപം ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ച സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് കേട്ട വചനം ഒരു നന്മയ്ക്കായി മാറാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ വിളിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കാനൊന്നും വന്നില്ലേലും അവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുമ്പോൾ ആ പിള്ളേരെ കൂടെ ഒന്ന് കേൾപ്പിക്കണം. ചെറിയ പിള്ളേരെ കേൾപ്പിക്കണം. അത് അനുഗ്രഹമാണ്. ഇന്നല്ല, കുറച്ച് കഴിയുമ്പോൾ അത് അനുഗ്രഹമായി വരും. ഒരമ്മ പ്രഗ്നൻ്റായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും വചനം കേൾക്കുമായിരുന്നു. ഭയങ്കരമായി വചനം കേൾക്കും. അപ്പോൾ ആ പ്രാർത്ഥന കേട്ടു, അവർ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ഇപ്പോൾ ആ അമ്മ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല, പക്ഷേ എൻ്റെ കുഞ്ഞു പോലും ജനിച്ച് കുറച്ചായപ്പോൾ തൊട്ട് ആ കുഞ്ഞു പോലും ഈ വചനം കേൾക്കാൻ ഉത്സാഹമുള്ളതുപോലെ. അത് ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് കിട്ടിയ ആ ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഉറപ്പിക്കണം, അത് നഷ്ടപ്പെടുത്തരുത്, അത് കളയല്. ഈ 31-ാം തീയതി 2 കാര്യമാകേണ്ടത്. എല്ലാം നന്മയ്ക്കായി എല്ലാം നന്മയ്ക്കായി മാറും. ഹന്ന ഒരു വിഷമം വന്നപ്പോൾ ഓടിപ്പോയത് ചിറ്റപ്പൻ്റെ വീട്ടിലേക്കല്ല, അമ്മായിയുടെ വീട്ടിൽ പോയിരുന്ന് വെടി പറയുമല്ല, അല്ലെങ്കിൽ അപ്പുറത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു എന്നല്ല. അവൾ ഓടി, എങ്ങോട്ട് ഓടി? ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച്. പുരോഹിതൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരൊറ്റ പ്രാർത്ഥനയാണ് അനുഗ്രഹത്തിലൊരു തലമുറ എത്താൻ കാരണമായത്. കഷ്ടപ്പെട്ട് നിലത്തിരിക്കുന്നവരുണ്ട്, നിൽക്കുന്നവരുണ്ട്, താഴെ നിൽക്കുന്നവരുണ്ട്, വെള്ളം കുടിക്കാൻ പോലും പോകാതെ ഇതിനകത്ത് തന്നെ രാവിലെ തൊട്ടിരിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു വിലയാണ്. അതിൻ്റെ തക്കതായ അനുഗ്രഹം തലമുറകളിലേക്ക് വന്ന് ഉറപ്പിക്കട്ടത്. നിങ്ങളുടെ മക്കളിലൂടെ ഒരു നല്ല കാലം ഉണ്ടാകും. എന്ത് കാലമാണ്? കഷ്ടകാലമല്ല, നല്ല കാലം. വിശ്വസിക്കുന്നു? നിങ്ങളുടെ മക്കളിലൂടെ നല്ല കാലം. നിങ്ങളുടെ മക്കൾ ആരുമാകട്ടെ, അവരിലൂടെ നല്ല കാലം ഉണ്ടാകട്ടെ. എനിക്കറിയാം ഒത്തിരി മാതാപിതാക്കൾ ഇന്നലെ ഇന്നൊക്കെ എന്നോട് പറഞ്ഞു, മക്കൾ വിളിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. പറഞ്ഞവരുണ്ട്. ഇപ്പം എവിടാ? അവരങ്ങ് കാനഡയിലാണ്, UK-യിലാണ്. ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചാൽ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. വേഗം ഫോൺ വയ്ക്കും. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. അവരുടെ കാര്യം ഒന്നും പറയത്തില്ല. എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്, വേണമെന്നാണ് പറയുന്നത്. എന്തോ ഒന്നും പിടികിട്ടുന്നില്ല. ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? എത്ര പേരാ മക്കളെ ഓർത്ത് തീ തിന്നുന്നത്?
നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ തീയല്ല തിന്നാൻ പോകുന്നത്. നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നത് നല്ല കാലം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, ഞങ്ങൾ പ്രത്യേകിച്ച് ഈ ഗ്രാമാന്തരീക്ഷത്തിലാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ നാട്ടിലുള്ള ഒത്തിരി അമ്മമാരൊക്കെ അവരുടെ സൗന്ദര്യം നോക്കാതെ, ആരോഗ്യം നോക്കാതെ പശുവിനെ വളർത്തി, ആടിനെ വളർത്തി, രാവിലെ പണിക്ക് പോയി, നേരം 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വീട്ടുകാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി, പശുവിനെ പുല്ല് ചെത്തി ഉടനെ ഓടുന്നു, പണിക്ക് പോകുന്നു. വീണ്ടും ഒരു സമയത്ത് വന്ന് അലക്കാനുള്ളത് അലക്കി രാത്രി 10 മണിയാവും പണിയെല്ലാം തീരുമ്പോഴത്തേക്കും. കഷ്ടപ്പാടാ. മുഖത്തിപ്പം പണ്ടത്തെ സൗന്ദര്യമൊന്നും ഇല്ല. മക്കൾക്ക് വേണ്ടി ജീവിച്ചും അധ്വാനിച്ചും ആരോഗ്യവും പോയി, സൗന്ദര്യം അതും നോക്കുന്നില്ല. മുമ്പേ പറഞ്ഞു, അതും നോക്കുന്നില്ല. എങ്ങനെ ഒത്തിരി പേരെ എനിക്കറിയാം ഈ നാട്ടിലുള്ളവരെ, അധ്വാനിക്കുന്നവർ. നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് നല്ല കാലം ഉണ്ടാകട്ടെ. ഉണ്ടായി വരും. നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടുന്നതിലൂടെ വലിയ രാജ്യങ്ങളിൽ പോകാൻ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും അപ്പന്മാർക്കൊക്കെ ഭാഗ്യമുണ്ടാകട്ടെ. ഒത്തിരി പേര്, അല്ലെങ്കിൽ ചിലരൊക്കെ പറയും, ഞങ്ങൾക്കൊന്നും വിമാനത്തിലൊന്നും കയറാൻ പറ്റുമെന്നൊന്നും തോന്നില്ല, ആഗ്രഹമുണ്ട്, നടക്കൂല. വിധി പറയണ്ട. ചിലപ്പോൾ നിങ്ങളുടെ മക്കളിലൂടെ കടലും കരയും കിടന്ന് മാസങ്ങളോളം വേറെ രാജ്യത്ത് പോയി, വേറെ കാലാവസ്ഥയിൽ ജീവിച്ച്, ഇന്ന് വരെ കഴിക്കാത്ത ഭക്ഷണം, ഇന്ന് വരെ കാണാത്ത കാഴ്ചകളൊക്കെ കാണാൻ ഭാഗ്യമുണ്ടാകും. ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട്. നല്ലൊരു വസ്ത്രം പോലും ഉടുക്കാനില്ലാതിരുന്ന കാലത്ത് ഗ്യാരണ്ടി മാല മാത്രവും ഗ്യാരണ്ടി കമ്മലും മാത്രം ഇട്ട് നടന്നവർ ഇന്ന് നല്ല വിലയുള്ള മാലയും വസ്ത്രവും ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ മക്കളിലൂടെ ഉണ്ടായ നന്മകൾ കൊണ്ട് അവരുടെ മക്കൾ ഒരു അനുഗ്രഹമായി മാറിയത് കൊണ്ട് ഒന്നും പറയാനൊക്കത്തില്ല. നിങ്ങൾ നാളെ ഏതെങ്കിലും രാജ്യത്ത് പോയി 6 മാസം അവിടെ നിന്ന് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു സമയമൊക്കെ, ഇവിടുന്ന് നമ്മൾ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുന്ന പോലെ പല ആളുകളും ഇവിടുന്ന് പല രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ തൃശ്ശൂർ പോയി, തിരുവനന്തപുരം പോയി തിരിച്ചു വരുന്ന ലാഘവത്തിലാണ് അവർ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച UK പോയി, കഴിഞ്ഞ ആഴ്ച കാനഡയിൽ പോയി. അവർ കോഴിക്കോട് പോയവരെ എന്ന് പറയണത്, അവർക്ക് തൃശ്ശൂർ പോയിട്ട് വരുന്ന പോലെയാണ് പറയുന്നത്. ഈ നാടെന്നൂല എത്രയോ എയർ ഡിസ്റ്റൻസിന്, എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള രാജ്യത്ത് പോയിട്ട് നമ്മൾ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്ന ലാഘവത്തിൽ അവർ പറയുന്നത്, ഞാൻ കഴിഞ്ഞ മാസം കാനഡയിൽ നിന്ന് വന്നുള്ളൂ, അടുത്ത മാസം ഒന്നും കൂടെ ചിലപ്പോൾ അങ്ങ് പോവും. നമ്മളിവിടുന്ന് തൃശ്ശൂർ പോയിട്ട് വന്ന പോലെ അവർ പറയുന്നത്. എങ്ങനെ ഈ ഭാഗ്യം ഉണ്ടായി? അവരുടെ മക്കളിലൂടെ. ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ മക്കളിലൂടെ ഈ അനുഗ്രഹിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന പേര് ആരുമാകട്ടെ, ആ പേരുകൾ അത് അവർക്കൊരു അനുഗ്രഹമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുള്ള അമ്മ പ്രാർത്ഥിച്ചിട്ട് മകൻ ന്യായാധിപനായി മാറി. അവനൊരു വാക്ക് പറയുമ്പം എല്ലാവരും അനുസരിക്കും. ഒറ്റ വാക്ക് പറഞ്ഞാൽ നീ പോടാ അവിടുന്ന് എന്നാരും പറയില്ലായിരുന്നു. അവൻ്റെ വാക്കിനെ ഗണ്ണിക്കില്ലായിരുന്നു ആരും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, അതിൻ്റെ എല്ലാം കാരണം എന്നറിയോ? കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി. കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി. കൃപ മാത്രം. ഇത് സത്യമായിട്ടും ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് കണ്ണുകളടച്ച്, ഈ 31-ാം തീയതി ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ദൈവമേ മറ്റൊന്നുമല്ല ഇന്ന് പ്രാർത്ഥിച്ചത്. ഒരു ഉണങ്ങിയ മരം പോലെ എല്ലാ ഇലകളും നിലത്താണ് കിടക്കുന്നത്. ഒരു സമാധാനം എനിക്കില്ല. ഞാൻ നേടിയതും അധ്വാനിച്ച് സ്വന്തമാക്കിയതൊക്കെ പൊഴിഞ്ഞുപോയി. ചില ആളുകൾ ചതിയിൽപ്പെട്ടു, ജീവിതം നഷ്ടപ്പെട്ടു, ഭാവി നഷ്ടപ്പെട്ടു. കൊഴിഞ്ഞ ഇലകളെ നോക്കി ഒരു വൃക്ഷവും കരയാറില്ല. ഒരു വൃക്ഷവും പറയില്ല എൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവാ, എന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞേരെ, എന്നെ കത്തിച്ച് കളഞ്ഞേരെ എന്ന് ഒരു മരവും പറയില്ല. കാരണം മരത്തിനറിയാം, ഇപ്പോൾ ഉണങ്ങിയ പോലെയാ നിൽക്കുന്നതിലും ഇതിൽ ധാരാളം ഇലകൾ നാളുകൾ ഉണ്ടാകുമെന്ന്. നിങ്ങളും ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, എന്താ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയത്? നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു പോയോ? ചില കണ്ടുമുട്ടലുകൾ അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. ഞാനും നിങ്ങളും തമ്മിൽ കൂടപ്പറപ്പുകളൊന്നുമല്ല.
രക്തബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല, ശരിയാ. പക്ഷെ എന്തോ ഒരു ബന്ധമുണ്ട് നമ്മൾ തമ്മിൽ. നമ്മൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഇല്ല. നിങ്ങളുടെ ആരെയും കുടുംബക്കാരനല്ല ഞാൻ, ആരും എൻ്റെ ഒരു ബന്ധുക്കൾ പോലും ഇതിനകത്തില്ല. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഏതൊക്കെയോ നാട്ടിൽ നിന്ന് യാദൃശ്യമായി കണ്ടവർ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈ കണ്ടുമുട്ടലുകൾ പോലും എന്തൊക്കെയോ ചില നന്മകൾക്ക് കാരണമാകും. ഇത് ദൈവം നിയോഗിച്ച ചില കണ്ടുമുട്ടലുകളാണ്. ഈ മണ്ണിൽ ചവിട്ടുമെന്നോ ഇവിടെ നിന്ന് ആരാധിക്കുമെന്നോ ഒന്നും വിചാരിച്ചിരുന്നത് പോലുമല്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരം. അതിനെല്ലാം കാരണം ഇവിടെ നിന്ന് നിങ്ങൾക്ക് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ പേരാണ് കൃപയേ, ദൈവിക കൃപയേ. നിൻ കൃപ മാത്രം എനിക്കു മതി. കൃപയേ, കൃപയേ, ദൈവിക കൃപയേ. നിൻ കൃപ മാത്രം. ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി പറഞ്ഞേ, കൃപയേ, കൃപയേ, ദൈവിക കൃപയേ. കൃപ മാത്രം, നിൻ കൃപ മാത്രം ഉറക്കെ പറഞ്ഞ, നിൻ കൃപ മാത്രം. കൃപയേ, കൃപയേ, ദൈവിക കൃപയേ. നിൻ കൃപ മാത്രം എനിക്കു മതി. നിൻ കൃപ മാത്രം എനിക്കു മതി. നിൻ കൃപ മാത്രം എനിക്കു മതി. പറഞ്ഞ് ആമേൻ. തുടർന്ന് നമ്മുടെ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. നമ്മളിന്ന് നമ്മളൊരു കാര്യം ചെയ്യും. ആരാധനയുടെ സമയത്ത് ഈ ഒരു മാസക്കാലം കിട്ടിയ എല്ലാ നിയോഗങ്ങളും, എഴുതി കിട്ടിയ നിയോഗങ്ങൾ, കൗണ്ടറിൽ കൊടുത്ത പ്രാർത്ഥനകളെല്ലാം അൾത്താരയിൽ കൊണ്ടുവന്ന് വച്ചുള്ള ഒരു ആരാധനയാണ് നടത്തുക. 5 കോർഡിനേറ്റേഴ്സും ഈ അൾത്താരയിലേക്ക് കയറി വരിക. ഈ മാസം കിട്ടിയ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ മുന്നിൽ നിൽക്കാം. ജനത്തിൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് ഈ ഒരു മാസക്കാലം കിട്ടിയ എല്ലാ നിയോഗങ്ങളുമാണിത്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം, ഈ നിയോഗങ്ങൾ എഴുതിയിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുവാവോ? ഇതൊക്കെ ഞങ്ങൾ എഴുതിയിട്ടെന്നാൽ ആരെങ്കിലും ഓർക്കും. ഓരോ ആവശ്യങ്ങളും ഉണ്ട്. ചിലർ പറഞ്ഞ വിഷയം എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയാന്ന, ചിലർ പറഞ്ഞത് എൻ്റെ മക്കൾ നേർവഴിക്കല്ലെന്ന, ചിലർ പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ലെന്ന, സ്ഥലമൊന്ന് വിൽക്കണമെന്ന, ഒരു ജോലി കിട്ടണമെന്ന, ആ കടബാധ്യത മാറണമെന്ന, ആ രോഗം സൗഖ്യമാകണമെന്ന, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന, ആ വഴക്ക് മാറണമെന്നൊക്കെ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ മനുഷ്യൻ്റെ ഭാരമാണ്. മനുഷ്യൻ്റെ ഭാരമാണ്. നമ്മൾ പറയില്ലേ, കടഭാരം. കടം ഒരു ഭാരമാണ്, വേദന ഒരു ഭാരമാണ്. ഭാരം അനുഭവിക്കുന്നവരുണ്ടെന്നേ. കളിതാമാശയ്ക്ക് ആരും ഇവിടെ വന്നിട്ടില്ല. ഒരു സിനിമ കാണാൻ വരുന്ന പോലെ, ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്ന പോലെ ആരും വന്നിട്ടില്ല. ഒത്തിരി ഭാരവുമായി ഒരു വീട്ടിൽ വരുന്ന പോലെ ഓടിക്കേറി വന്നതാണ്. സമാധാനം ഇല്ലാതിരിക്കുന്നവർ, സ്വസ്ഥതയില്ലാത്തവർ, മകനെ ഓർത്തും മകളെ ഓർത്തും ഭാരപ്പെടുന്നവർ, ജീവിതം തകർന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്നവർ, പോയി മരിച്ചാലോ എന്ന് പോലും പൊട്ട ചിന്തയ്ക്ക് തീരുമാനമെടുത്ത് നിൽക്കുന്നവർ, തകർന്നുപോയ അനേകർ ജീവിതം ആരംഭിച്ചത് ഇവിടെ വച്ചാ കേട്ടോ. പരാജയപ്പെട്ടു പോയവരുടെ ജീവിതങ്ങളെ പുതുക്കി പണിതത് ഇങ്ങനെയുള്ള ആലയത്തിൽ വെച്ചാണ്. ഇതൊരനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ്. നിങ്ങൾ 2 കരങ്ങളും ഈ അൾത്താരയിലേക്ക്, ഈ നിയോഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, എന്നിട്ട് പറഞ്ഞ്, ഈ വർഷം എനിക്ക് നന്മ കാണാൻ കഴിയണം. ഈ വർഷം എനിക്ക് ചില അത്ഭുതങ്ങൾ കാണാൻ കഴിയണം. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ നടക്കണം. ഈ കണ്ടുമുട്ടൽ ഒരു അനുഗ്രഹമാണ്. ഈ ആലയം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. നമ്മൾ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ 2 കരങ്ങളിലും 10 വിരലുകളുണ്ട്.
10 പ്രാവശ്യം പറഞ്ഞ് എഴുതിയ ഓരോ പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടും. എഴുതി പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടും. വലിയ അത്ഭുതങ്ങൾ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ, കണ്ണുനീരോടെ ആരാധിക്കുന്നവർ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നവർ, സകലരെ കർത്താവേ ലോകമെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗത്തിൻ്റെ മേൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കണമേ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്, ആരാധിച്ചു തുടങ്ങിക്ക്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കുവാൻ, ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കരങ്ങളും ഉയർത്തി, കരങ്ങളെ കമിഴ്ത്തി പിടിച്ച് ശബ്ദമുയർത്തി ഒരു 5 പേരെങ്കിലും കേൾക്കത്തക്ക വിധമൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ അത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ, യേശുവിൻ്റെ നാമത്തിൽ ഈ ഒക്ടോബർ മാസം ലഭിച്ച ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒക്ടോബർ മാസം ലഭിച്ച ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും നിരാശപ്പെടാൻ ഇടവരുകയില്ല. ഒരു വ്യക്തി പോലും തകർന്നു പോകാൻ ഇടവരുകയില്ല. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ, യേശുവേ സ്തുതിക്കുന്നു. കരങ്ങളടിച്ചൊന്ന് ചേർന്ന് പാടാം. യേശുവിൻ നാമം വിടുതല, യേശുവിൻ നാമ രക്ഷയായി, യേശുവിൻ നാമ ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമ രക്ഷയായി, യേശുവിൻ നാമ ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ പാടാമോ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗം പറഞ്ഞേ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. എല്ലാവരും ഈ പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് നോക്കി ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളിത് ക്യാമറയിൽ ടി വിയിലൂടെയൊക്കെ കാണുന്നുണ്ടാവും എല്ലാ ഭാഗത്ത് നിൽക്കുന്നവർ. ഇവിടെ 5 കോർഡിനേറ്റേഴ്സാണുള്ളത്. ഇതിനകത്ത് തിങ്കളാഴ്ച പ്രാർത്ഥിക്കുന്നൊരു ഗ്രൂപ്പുണ്ട്, ചൊവ്വാഴ്ച പ്രാർത്ഥിക്കുന്നൊരു ഗ്രൂപ്പുണ്ട്, ബുധനാഴ്ച പ്രാർത്ഥിക്കുന്നവരുണ്ട്, വ്യാഴം വെള്ളി ഇവിടെ പ്രാർത്ഥനയുണ്ട്, ശനി ഞായർ. തിങ്കളാഴ്ച പ്രാർത്ഥിക്കുന്ന ആരോ ഒന്ന് കരമുയർത്തുമോ? തിങ്കളാഴ്ച പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിയുടെ കീഴിലുള്ള 12 പേരാണ്. ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, അങ്ങനെ 5 പേര് നിങ്ങൾ ഓർക്കണം. ഇവിടെ കിട്ടുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും എല്ലാ വ്യാഴം വെള്ളി ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഇവരുടെ ഓരോ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സാണ്. ഈ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സിൻ്റെ താഴെ 12, 15 പേരോളം, ഇല്ലയോ 17 പേരോളം ഉണ്ട്. അപ്പം എല്ലാ ദിവസവും മെസ്സേജ് പോവും. ഇന്ന് നമ്മുടെ ഗ്രൂപ്പുകാരാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പ്രാർത്ഥന ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്.
നിങ്ങൾക്കൊരു നല്ല പ്രാർത്ഥന കിട്ടുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ്. അത് ഭയങ്കര സത്യമാണ്. ഈ ചെടിയുടെ ചോട്ടിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ ചെടി ഉണങ്ങിപ്പോകത്തില്ല. അതുപോലെയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങളെ എണ്ണി എണ്ണി പറയാനിടവരും. എന്തോ ഒരു നന്മയ്ക്കാണ് ഇതൊരുക്കിയത്. നിങ്ങളുടെ മക്കൾ, ഹന്ന പ്രാർത്ഥിച്ചില്ലേ, എൻ്റെ മകനെ ഞാൻ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു, അവൻ ആജീവനാനന്ദം ദൈവത്തിന് സമർപ്പിക്കുന്നു. അവർ ദൈവത്തെ ആരാധിച്ചു. ഈ അൾത്താരിലിരിക്കുന്ന 2 ബോക്സുകൾ അനേകം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. നിങ്ങൾ അറിയുന്ന പോലെ ഉണ്ടാവില്ല. ഒരു നിമിഷം എല്ലാ ദിവസവും അവർക്ക് പ്രാർത്ഥന കിട്ടുന്നുണ്ട്. ചില ആളുകൾ പാസ്പോർട്ടൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടില്ലേ, സ്വപ്നങ്ങളോടെ പ്രതീക്ഷകളോടെ ഒന്നെടുത്ത് കയ്യിൽ പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാണ്. 2, ആരോഗ്യം നോക്കാതെ, സൗന്ദര്യം നോക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അപ്പനമ്മമാർ ഇതിനകത്തുണ്ട്. ഒരമ്മയോട് വേറൊരമ്മ ചോദിക്കുവാണ്, എടി നിൻ്റെ മുഖത്ത് മുഴുവൻ പാടായല്ലോ. ചേച്ചി അതൊക്കെ നോക്കാൻ ആർക്കാ നേരം? പിള്ളേരുടെ കാര്യമൊക്കെ ഓർക്കുമ്പം ഈ ഓട്ടവും ഈ ടെൻഷനും അല്ലേ എന്നാ ചെയ്യണം? മക്കൾക്ക് വേണ്ടി ആരോഗ്യവും സൗന്ദര്യവും ശ്രദ്ധിക്കുന്നില്ല. ഡോക്ടർ ഒരു കുടുംബനാഥനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്. എങ്ങനെയാണ്? വണ്ടി ഓടിക്കുകയല്ലേ, ഡ്രൈവറല്ലേ, ഓടിച്ച് ഇങ്ങനെ ദൂരെ യാത്ര പോയി തിരിച്ചു വരുന്നു. ഉറങ്ങിയില്ല, വീണ്ടും വണ്ടി ഓടിച്ചു പോവുകയാണ്. ആരോഗ്യം നോക്കുന്നില്ല. സ്വന്തം ആരോഗ്യം നോക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന കാർന്നോമാർ ഇതിനകത്തുണ്ട്. വെയിൽ കൊള്ളുന്നവർ, മഴ കൊള്ളുന്നവർ, ടെൻഷനോടെ ജോലി ചെയ്യുന്നവർ, മക്കളാണിത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ മക്കളെ പ്രതിയൊക്കെ ഒന്ന് കരങ്ങളെ ഉയർത്തിക്കുക. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ, ഹന്നായുടെ മകൻ അല്ലേ സാമുവേൽ ഒരു ന്യായാധിപനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പുരോഹിതൻ്റെ പിള്ളേർ 2 നിർമാർഗികളായിന്ന. ഏലി പുരോഹിതൻ്റെ 2 മക്കൾ അല്ലേ, 2 മക്കൾ. പക്ഷെ ദൈവത്തിന് സമർപ്പിച്ചുവെന്നോ പ്രാർത്ഥിച്ചുവെന്നോ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഹന്നയുണ്ടല്ലോ, തൻ്റെ കുഞ്ഞിനെ പള്ളി കൊണ്ടുവന്നു, പ്രാർത്ഥിപ്പിച്ചു, സമർപ്പിച്ചു. 2 പേരുടെ മക്കളുടെ പ്രത്യേകത കണ്ടോ? പ്രാർത്ഥിച്ച് വളർത്തിയ അമ്മയുടെ മകൻ ന്യായാധിപനായി. ഇസ്രായേലിൽ നീതിപാലനം നടത്തി. ഇസ്രായേലിൽ സാമുവേലിൻ്റെ വാക്ക് കേട്ട് രാജ്യം അനുസരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ ഒരു സ്ഥലം എഴുതിയിരിക്കുക, ഹന്നായുടെ മകൻ സാമുവേൽ പറഞ്ഞ വാക്ക് ഇസ്രായേൽ ജനം മുഴുവൻ കേട്ട് മിസ്പായിൽ ഒരുമിച്ച് കൂടിയെന്ന്. പക്ഷേ പുരോഹിതൻ്റെ പിള്ളേരോ, അവർ ദുർമാർഗികളും ദൈവത്തെ ബഹുമാനിക്കാത്തവരുമായി തകർന്ന് തരിപ്പണമായിപ്പോയി. മക്കൾക്ക് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്തിക്കുകയും പാസ്പോർട്ടൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച്, ചിലപ്പോൾ ഫോണിൽ അതിൻ്റെ കോപ്പി, അത് കുഴപ്പമില്ല, നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുക, അതിൽ പിടിച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ എൻ്റെ പിള്ളേരൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാ അമ്മമാരോടും പറയട്ടെ, അപ്പച്ചന്മാരോട് പറയട്ടെ, സഹോദരൻ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഗ്രഹം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട്, കൈമാറി വരുന്നുണ്ട്. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുകയില്ല. ഒരു തിന്മ അവരെ ഏൽക്കുകയില്ല. ഒരു ദോഷവും അവർക്ക് ഉണ്ടാകത്തില്ല. ഇത് സത്യമാണ്. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, കൃപയാണത്. എൻ്റെ മക്കൾക്ക് ദൈവകൃപ വേണം, എൻ്റെ കുടുംബത്തിന് ദൈവകൃപ വേണം, എൻ്റെ തലമുറയ്ക്ക് ദൈവകൃപ വേണം. കൃപയേ 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 ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കും. ഒരുമിച്ചൊന്ന് പാടിയേ. കൃപയേ കൃപയേ ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി എന്ന് പറഞ്ഞേ. കൃപയേ കൃപയേ ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി.
ഇത് പാടുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് ആ കരമുയർത്തി, മടുപ്പ് കൂടാതെ ഒന്ന് ആ കണ്ണുകളടച്ച് കരമുയർത്തി പിടിക്കുമ്പോൾ, കർത്താവേ, ഈ 31-ാം തീയതി ഞങ്ങൾ ഏതെല്ലാം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ മറന്നുപോയൊരു കാര്യമായിരിക്കും. ഞങ്ങളെ വഴിയിൽ കണ്ടപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഓർമ്മയിലില്ല. പക്ഷേ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, വൈദികരോട്, ശുശ്രൂഷകരോട്, സമർപ്പിതരോട് സകലരും ഒരു കുടുംബമായി നിന്നുകൊണ്ട്, ഒരു കുടുംബമായി. ആരാ പറഞ്ഞത്? ഒരാൾ പ്രാർത്ഥിച്ചാൽ അതിന് ശക്തിയുണ്ട്. 10 പേര് പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ ശക്തിയുണ്ട്. 100 പേർ പ്രാർത്ഥിച്ചാൽ അതിനേക്കാൾ ശക്തമാണ്. 1000 പേരോ അതിനേക്കാൾ ശക്തമാണ്. ഇത് ഒരാളുടെ പ്രാർത്ഥനയല്ല. ഒരു കൂട്ടം ആളുകൾ ഒരു മനസ്സോടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം. എല്ലാവരും ചേർന്ന് പാടിയ കുടുംബത്തെ ഓർത്ത്, കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി. കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി. കരങ്ങൾ താഴ്ത്തി ഒരു നിമിഷം എല്ലാവരും ഒരിക്കൽ കൂടി കേട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്നും എവിടെയും ഒരു ചതിയിൽ പെടാതിരിക്കാൻ പ്രാർത്ഥിച്ച്. ഒരു വാക്കുണ്ട്, ചതി. നമ്മൾ പറയില്ലേ, അതൊരു ചതിയായിരുന്നല്ലോ എന്ന്. ഒരു വലിയ കാര്യമാണ് ചതി. പലരും ചതിയിൽപ്പെട്ടവരുണ്ട്. കുറച്ചു നേരം മുമ്പ് ഈ ഗേറ്റിനവിടെ നിന്നൊരാൾ ഭയങ്കരമായി കരയുവാണ്. ലക്ഷക്കണക്കിന് രൂപ ചതിക്കപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൈസ മുഴുവൻ പോയി, ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ചതിയിൽപ്പെടരുത്. ഒരു ചതിയിലും പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം വേണം. സാംസൺ എന്ന് പറയുന്ന വ്യക്തിയെ ബന്ധിക്കാൻ 2 പുതിയ കയറ് മേടിച്ചുകൊണ്ട് വന്ന് ബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ കൊല്ലത്തില്ലെന്ന്. പക്ഷെ അത് ചതിയായിരുന്നു എന്ന് സാംസനെ പിന്നീട് പിടികിട്ടി. അത് ചതിയായിരുന്നു. ചില ആളുകൾ കൂടെ വരുന്നത് ചതിയാണ്. നിങ്ങളൊന്ന് കണ്ണുകളടച്ച്, നിങ്ങളുടെ കുടുംബം ഒരു ചതിയിലും ചെന്ന് ചാടരുത്. നിങ്ങളുടെ പിള്ളേരെ ഒരു ചതിയിലും ചെന്ന് ചാടരുത്. നിങ്ങളുടെ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ, അത് ചതിയായിരുന്നല്ലേ. ചതി കണ്ടാൽ പിടികിട്ടണം. ദൈവത്തിൻ്റെ വെളിച്ചമുള്ള കണ്ണുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ചതിയിൽപ്പെട്ടവർ ഇതിനകത്ത് കരഞ്ഞോണ്ട് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ പോയി, ഞങ്ങളെ ചതിച്ചുകൊണ്ട് പോയി, ഞങ്ങളുടെ ബിസിനസ് തകർത്തു, ഞങ്ങളുടെ സംവിധാനം തകർത്തു, എൻ്റെ പിള്ളേരുടെ ഭാവി തകർത്തു, ലക്ഷക്കണക്കിന് രൂപ വാ കൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കൊടുത്തു. അത് ചതിയായിരുന്നു. ഒരു ചതിയിലും മദ്യം കൊടുത്ത്, മയക്കുമരുന്ന് കൊടുത്ത്, ലഹരി കൊടുത്ത്, അതും ഇതും പറഞ്ഞ് ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ഒരു ചതിയിലും എൻ്റെ കുടുംബത്തിൽ ആരും പെടരുത്. പ്രാർത്ഥിച്ച്, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങ് കാനഡയിലാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങ് UK, ഓസ്ട്രേലിയ, അമേരിക്കയിലാണ്. ദൈവമേ, അവിടെ എന്നാന്നറിയത്തില്ല, എങ്ങനെയാണെന്നറിയത്തില്ല. ഒരു ചതിയിൽ ചെന്ന് പെടുകയില്ല. ഒന്ന് വിശ്വസിച്ചേ. അതിനെന്ത് വേണമെന്നറിയാമോ? കൃപ വേണം. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, പൗലോസ്ലീഹയുടെ നിനക്കെൻ്റെ കൃപ മതി. 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഇവിടെ എഴുതിയിട്ട നിയോഗത്തിൻ്റെ മേൽ, കൽക്കുരിശിൽ എണ്ണയൊഴിച്ചവരുടെ മേൽ ദൈവകൃപയുണ്ടാകട്ടെ. നിയോഗത്തിരി കത്തിച്ചു വച്ചവർ, അവർ പ്രാർത്ഥിച്ചവർ ദൈവകൃപയുണ്ടാകട്ടെ. ആരും പാടാതിരിക്കരുത്, ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം കേട്ടോ, ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ മകൻ ന്യായാധിപനായി മാറിയെന്നാണ് എഴുതിയിട്ടുള്ളത്. പ്രാർത്ഥിക്കുന്നവൻ്റെ, ആരാധിക്കുന്നവൻ്റെ തലമുറ രക്ഷപ്പെടുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. രക്ഷപ്പെടും. എല്ലാ കരകൾ ഹൃദയത്തോട് ചേർത്ത് എൻ്റെ കുടുംബത്തിലേക്ക് ദൈവകൃപ വേണമെന്ന് ആഗ്രഹിച്ചൊന്ന് പാടിയേ. കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി. കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം. ശബ്ദമുയർത്തി ഉറക്കെ പറഞ്ഞേ, കൃപയേ, 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 ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം. ശബ്ദമുയർത്തി പറയാം, കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു. ഒരിക്കൽ കൂടി പറയാമോ? കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം
എനിക്കു മതി, നിൻ കൃപ മാത്രം എനിക്കു മതി. ആ നിയോഗം മുഴുവൻ ഈ അൽത്താരയിലെ ബക്കറ്റ് ഇവിടെ കൊണ്ടുവയ്ക്കാമോ? ഈ അൽത്താര ഇവിടെ വെച്ച് 2 സൈഡിലായിട്ട് നമുക്കിവിടെ വെച്ച് യഥാസ്ഥാനങ്ങളിലായിരിക്കാം. നമ്മുടെ നിയോഗത്തിന് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ അൽത്താരയിൽ ഓരോ ആവശ്യങ്ങൾ, ഈ ഒരു മാസക്കാലം കിട്ടിയ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളുമാണ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മക്കളുടെ സ്വഭാവം മാറാൻ പ്രാർത്ഥന ചോദിച്ച നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാണ്. ജോയിച്ചേട്ടാ പറഞ്ഞ് പ്രാർത്ഥിക്കണം. വീടും സ്ഥലവും വിറ്റ് കിട്ടാൻ നിയോഗം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജപ്തിയിൽ നിന്നും ഒരു വിടുതൽ കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ എക്സാമുകൾക്കായി ഒരുങ്ങുന്നവരെയും തയ്യാറെടുക്കുന്നവരെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തകർന്ന കുടുംബ ബന്ധങ്ങളെ പുതുക്കി പണിയണമേ എന്ന് നിയോഗത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സ്വന്തമായൊരു വീടിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഭവനം പണി പൂർത്തിയാകാൻ സമയം പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനയെ സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. ഡിപ്രഷൻ മാറുവാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ മുഴകൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ഇത് വിഷയം പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെ രോഗപീഠയുണ്ടോ ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഉണ്ടാകട്ടെ, യേശുവിൻ്റെ ശരീരത്തിലെ മുഴകൾ സൗഖ്യമാകട്ടെ, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ഉണ്ടാകട്ടെ, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം സംഭവിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. കൽക്കുരിശിൽ ചില പേരുകൾ എഴുതി പ്രാർത്ഥിച്ചതിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുള്ള മക്കൾ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുള്ള വിവാഹം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. തെറ്റായ ബന്ധങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. MBBS, BSc, IELTS, OET, B2 വിവിധ പരീക്ഷകൾ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു. PR-ഉം വിസയുടെ തടസ്സവും മാറാൻ പ്രാർത്ഥിക്കുന്നു. സന്ധി വേദന മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമുള്ള തീരുമാനമെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ പഠന വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. മക്കൾ വിശ്വാസത്തിൽ വളരാൻ പ്രാർത്ഥിക്കുന്നു. കൃഷി മേഖല അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളെ ഓർത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഡയറിയാണ്. ഇതിലാണ് നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ അവരുടെ പേരും നിയോഗവും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈശോയുടെ നല്ല ആശീർവാദത്തിനായി ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളും ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ നിയോഗ കൊന്ത കയ്യിൽ പിടിച്ച് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ വീടാണ്. ആർക്കും ഏത് വിഷമത്തിൻ്റെ സമയത്തും ഓടിക്കേറി വന്ന് നിൽക്കാൻ കഴിയുന്നൊരു വീട്. ദൈവസ്നേഹത്തിൻ്റെ വീടാണിത്. ദൈവസ്നേഹത്തിൻ്റെ വീട്. ഇവിടെ പണമല്ല മുഖ്യ വിഷയം. ഇവിടെ സ്തോത്രക്കാഴ്ചയോ ദശാംശമോ ഒന്നുമല്ല. ഇവിടെ നിർമ്മാണ പ്രവർത്തികളൊന്നും തന്നെ ഇല്ല. ഇവിടെ മുഖ്യ വിഷയം ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ഇവിടെ വ്യക്തികളല്ല വലുത്, ദൈവത്തിൻ്റെ ശക്തിയാണ് വലുത്. ഇവിടെ പ്രാർത്ഥനയാണ് വലുത്, ശുശ്രൂഷയാണ് വലുത്. ഒരു കുടുംബമായാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ട വൈദികരെല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ ഒരുമിച്ചെന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരങ്ങൾ താഴ്ത്താം. ഈശോയുടെ ആശീർവാദത്തിനായി ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ
ഈ 31-ാം തീയതി അച്ഛൻ മാണ്ഡ്യ തലശ്ശേരി അതിരൂപതയിലെ അച്ഛനാണ്. ഇപ്പോൾ മാണ്ഡ്യ രൂപതയ്ക്ക് വേണ്ടി ബാംഗ്ലൂർ അനുഗ്രഹീതമായ ദേവാലയത്തിൽ വികാരിയച്ഛനായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട വൈദികനാണ്. അച്ഛൻ 31 ദിവസവും നിയോഗ പ്രാർത്ഥനയിൽ അച്ഛൻ്റെ ഒരു നിയോഗത്തിൽ പ്രാർത്ഥിച്ചൊരു വൈദികനാണ്. ഈ ആലയത്തെ ഒത്തിരി സ്നേഹിക്കുക, ശുശ്രൂഷയെ സഹായിക്കുകയൊക്കെ ചെയ്യും, പറ്റുന്നിടത്തോളം വന്ന് സഹായിക്കും. അച്ഛന് നല്ലൊരു ആഗ്രഹമുണ്ട്. അച്ഛന് ഇടവകയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം ഒക്കെ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ് ആ ദേശത്ത് ബാംഗ്ലൂർ. നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് 2 കരങ്ങളെയും ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ട ഡെന്നീസ് അച്ഛനെയും ഞങ്ങൾ ഓർക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളെയും ഉയർത്തി പ്രിയപ്പെട്ട അച്ഛൻ വിശുദ്ധ കുർബാന എടുത്തുയർത്തി ആശീർവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഇവിടെ സംഭവിക്കാൻ ഇടയാകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. ഈ നിമിഷം സംഭവിക്കാൻ ഇടവരട്ടെ. ഈ ആശീർവാദ സമയത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്താലും ദൈവത്തിന്റെ വചനത്താലും അനുഗ്രഹിക്കപ്പെടട്ടെ. ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പാസ്പോർട്ടുകൾ, ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ, ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ, ദൈവമേ അത്ഭുതങ്ങളെ ചെയ്യണമേ, അടയാളങ്ങൾ ചെയ്യണമേ, ദൈവകൃപ വർഷിക്കണമേ. മാത്രം ഒരു കുടുംബമായി പ്രാർത്ഥിക്കുന്നു, ഒറ്റ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയേ, ദൈവിക കൃപയേ, കൃപ മാത്രം എനിക്കു. ഒന്ന് ചേർന്ന് വിളിച്ച് യേശുവേ, യേശുവിന്റെ നാമം ശക്തമായി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വർഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ലഭിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു. ഒരിക്കൽ കൂടി ചേർന്ന് പറഞ്ഞേ, കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി. കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം. ഒരുമിച്ച് വിളിച്ച് യേശുവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. കരങ്ങൾ നീട്ടിപ്പിടിച്ച് കൃപയേ, കൃപയേ, ദൈവിക കൃപയേ, നിൻ കൃപ മാത്രം എനിക്കു മതി.